ആദ്യമായി ക്ഷമ ചോദിക്കുകയാണ്. വരാൻ താമസിച്ചത് ബാങ്കിൻ്റെ പ്രവർത്തനം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഒരു കൂട്ടം ആൾക്കാർ ബാങ്കിനെ ഉപരോധിക്കുകയും അവിടെ ഒന്നിനും പ്രവർത്തനം നടത്താൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് എനിക്ക് ആധികാരികമായ ഈ വ്യക്തിയെ സംബന്ധിക്കുന്ന മരണപ്പെട്ട ഇതിനെ സംബന്ധിക്കുന്ന ആധികാരികമായ രേഖകൾ എടുക്കാൻ പറ്റാതെ വന്നു. നിങ്ങളുടെ പ്രസ് റിലീസിനുള്ളതും എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയും കയറ്റി വിടുന്നില്ല. പോലീസിനും പറ്റാത്തൊരവസ്ഥയില്ല. അതുകൊണ്ടാണ് താമസിച്ചത്. അതിനു വേണ്ടിയാണ് ഇത്രയും വെയിറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ സമ്മേളനം വിളിച്ചത് ഇങ്ങനെ ഒരു പ്രസ് മീറ്റിംഗ് വിളിച്ചത് മിനിഞ്ഞാന്ന് മുതൽ ഞങ്ങളുടെ സഹകരണ സംഘത്തിൻ്റെ സഹകരണ സംഘത്തിൽ ചെമ്പഴന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിന്റെ 394 നമ്പർ അംഗമായ ശ്രീ ബിജുകുമാർ എസ് ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് ഇത്തിരി പ്രശ്നങ്ങൾ ബാങ്കിൻ്റെ സംബന്ധിക്കുന്ന ചില പ്രശ്നങ്ങളും ഫേക്ക് ന്യൂസ് എന്താണ് ഞാൻ പറയുന്നത്. ഞാൻ പിന്നാലെ എൻ്റെ സത്യാവസ്ഥ പറയാം. മാധ്യമങ്ങളിലും ചാനലുകളിലുമൊക്കെ ഞാൻ വന്ന സ്ഥിതിക്ക് ഇതിൻ്റെ ആധികാരികത പൊതുസമൂഹത്തെയും സംഘത്തിൻ്റെ നിക്ഷേപകരെയും ഇടപാടുകാരെയും അറിയിക്കാൻ സംഘം പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ബാധ്യതപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രസ് കോൺഫറൻസ് നടത്താൻ തീരുമാനിച്ചത്. ചിലർ പ്രചരിപ്പിച്ചു അന്ന് ബാങ്ക് പ്രസിഡന്റിനെ കാണാനില്ല, പ്രസിഡന്റ് മുങ്ങി. വളരെ ഹൃദയവേദനയോടെയാണ് ആ വാർത്ത ശ്രമിച്ചത്. ഞാൻ ജനിച്ചു വളർന്നത്, ഞാനും ബിജുവൊക്കെ ഒരു നാട്ടിൽ ജനിച്ചു വളർന്നതാണ്. അവിടെ തന്നെ ഞാൻ ഉണ്ടായിരുന്നു. എന്നെ ഉച്ചവരെ ആരും ബന്ധപ്പെട്ടില്ല. പത്രക്കാരെ വിളിക്കാനുള്ള ചാനലുകൾ 1-2 ചാനലിൻ്റെ ആളുകൾക്കാരുടെ നമ്പർ കിട്ടി ഞാൻ അവരുടെ കാര്യം പറയുകയും അവർ വൈകുന്നേരത്തോടെ ഒട്ടുമിക്ക ചാനലുകാരും ഇന്നലെ വരെ വന്ന് എൻ്റെ വെർഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ ഹൃദയവേദന എന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ വെർഷൻ എടുക്കാതെയാണ്, അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം ചോദിക്കാതെയാണ് ഇങ്ങനെ വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഞാൻ മുങ്ങി, പണവും കൊണ്ട് മുങ്ങി, പണവും കൊണ്ട് മുങ്ങി എന്നുള്ള അർത്ഥത്തിലാണ് ആ വാർത്ത പ്രചരിപ്പിച്ചത്. അതുകൊണ്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ബോധിപ്പിക്കുന്നതിന് കൂടിയാണ് ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം ഞാൻ നടത്താൻ തീരുമാനിച്ചത്. ശ്രീ ബിജു സഹകരണ സംഘത്തിൻ്റെ തുടക്കം മുതലുള്ള ഞങ്ങളുടെ കസ്റ്റമറാണ്, നാട്ടിലുള്ള കസ്റ്റമർ. ഇന്ന് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയാണ് ആ സംഘത്തിൻ്റെ ആ ഭരണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ വീഡിയോ ക്ലിപ്പിൽ കൂടി മനസ്സിലാക്കാൻ ഇടയായി. ഇന്ന് നിക്ഷേപകന്റെ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്ത പ്രകാരമാണെങ്കിൽ ഒരു വിഷ്ണു, BJP മണ്ഡലം പ്രസിഡന്റ് BH വിഷ്ണുവിന്റെ പ്രസ്താവനയും കൂടി വന്നിട്ടുണ്ട്. എന്ന് ഞാൻ പൂർണ്ണമായും BJP ഉണ്ടോ എന്നത് ഞാൻ പിന്നാലെ പറയുമ്പോൾ നിങ്ങൾക്ക് അതിന് ബോധ്യപ്പെടും. BJP ആണ് ഇപ്പോൾ ഈ ആരോപണം ഉന്നയിച്ചേക്കുന്നത്. BJP ആണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്ന് വിഷ്ണുവിന്റെ സ്റ്റേറ്റ്മെന്റിൽ കൂടി, മാതൃഭൂമിയിൽ വന്ന സ്റ്റേറ്റ്മെന്റിൽ കൂടി മനസ്സിലാക്കി. അപ്പൊ ബിജു മരിക്കാൻ ഞാൻ പറഞ്ഞത് 14 തുടക്കം മുതൽ ഞങ്ങളുടെ സ്ഥാപനത്തിലെ കസ്റ്റമറാണ്. വിവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ബിജു നമ്മുടെ സ്ഥാപനത്തെ സമീപിക്കുകയും വളരെ നല്ല മര്യാദയുള്ള ചെറുപ്പക്കാരൻ എന്നോട് ഇടപെടുമ്പോൾ, എൻ്റെ സ്ഥാപനത്തിൽ വരുമ്പോഴും എന്നോട് ഇടപെടുമ്പോഴും വലിയ മര്യാദയുള്ള ചെറുപ്പക്കാരൻ ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത, വളരെയധികം കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു പയ്യനായിരുന്നു. അദ്ദേഹത്തിന് ഒരു ടെമ്പോ ഉണ്ട്. ആ ടെമ്പോയിൽ വഴിയാണ് ഞങ്ങൾ അതേ ഓണച്ചന്തയിൽ സാധനങ്ങൾ
എടുക്കാൻ പോകുന്നത്, മലക്കറി എടുക്കാൻ പോകുന്നത്, സബ്സിഡി സാധനങ്ങൾ കാലഘട്ടത്തിൽ എടുക്കാൻ പോകുന്നതൊക്കെ അദ്ദേഹത്തിന്റെ കേൾക്കാൻ. പിന്നെ ഏത് ആപത്തിലും ഓടി വരുന്ന, ആപത്തല്ല ഏത് ആവശ്യത്തിന് വിളിച്ചാലും ഓടി വരുന്ന ഒരു സ്വഭാവക്കാരനാണ്. വളരെ എന്നെ സ്നേഹവും ബഹുമാനം തന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ പോലെ തന്നെ വളരെയധികം വേദനിക്കുന്ന മനസ്സുമായിട്ടാണ് ഞാൻ ഈ വാർത്ത ശ്രമിക്കുകയും അത് എനിക്ക് തന്നെ താങ്ങാൻ പറ്റാതെ, ഞങ്ങളുടെ ജീവനക്കാരുമായിട്ടൊക്കെ നല്ല മിങ്കിൾ ചെയ്യുന്ന ഒരു ഇടപാടുകാരനായിരുന്നു. എല്ലാ ജീവനക്കാർക്കും ഇഷ്ടമാണ്. അവർ തന്നെ പറയുന്നത് എൻ്റെ ഒരു തോഴനെ എന്നാണ് ബിജു അവർ ജീവനക്കാർ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ വിവിധ ആവശ്യങ്ങൾക്ക് ഓടിയെത്തുന്നത് സാമ്പത്തിക സഹായത്തിന് ഞങ്ങൾ എൻ്റെ അടുത്താണ്. അങ്ങനെയുള്ള ഒരു കസ്റ്റമർ അവിടെ ചിട്ടി പിടിച്ച് നിക്ഷേപിച്ചു എന്ന തരത്തിൽ ആണ് വാർത്ത പറഞ്ഞത്. അന്ന് ശനിയാഴ്ച റിപ്പോർട്ട് ചെയ്തു. ചിട്ടി പിടിച്ച് നിക്ഷേപം നടത്തി, നിക്ഷേപം ഇട്ടു, നിക്ഷേപമായി അവിടെ ഇട്ടു, അത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തതിനാൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് റിപ്പോർട്ടുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി, ചാനലുകളിൽ നിന്ന് മനസ്സിലാക്കി. ശനിയാഴ്ച മുഴുവൻ ഇതായിരുന്നു. ബിജു ചിട്ടി പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. 2014 മുതൽ ബിജു ചിട്ടി പിടിച്ചിട്ടുണ്ട്, ചിട്ടിയിൽ ചേർന്നിട്ടുണ്ട്. ചിട്ടി നമ്മൾ MDS എന്നാണ് പറയുന്നത്. ചിട്ടി എന്ന പ്രയോഗം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല സഹകരണത്തിൽ. എന്നാലും നമ്മൾ MDS എന്ന ചിട്ടി എന്ന് മനസ്സിലാക്കാൻ, പൊതുജനങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ചിട്ടി എന്ന് തന്നെ പറയാം. അപ്പോൾ 2014 മുതൽ ചിട്ടിയിൽ ചേർന്ന ഒരാളാണ് ബിജു. ചിട്ടിയിൽ മാത്രമല്ല, ഗോൾഡ് പണയം വയ്ക്കുകയും എവിടെ എത്ര രൂപ പലിശ ആയിരുന്നാലും അദ്ദേഹം വേറെ ഒരു സ്ഥാപനങ്ങളിലും പണയം വയ്ക്കാൻ പോകില്ല. നമ്മൾ അവിടെയാണ് പണയം വയ്ക്കുന്നത്. ഏറ്റവും അവസാനത്തെ ഈ പണയം ഉരുപ്പടി എടുക്കുന്നത് വരെ. ചിട്ടി കൊടുത്തു, പിടിക്കാറുണ്ട്, കൊടുക്കാറുണ്ട്, അടയ്ക്കാറില്ല. അടയ്ക്കാൻ വല്ല അദ്ദേഹത്തിന്റെ വരുമാന മാർഗം എനിക്കറിയാം. ഞാൻ കൂടുതൽ ദ്രോഹിക്കാൻ പോകില്ല. വീട്ടിൽ അസ്വസ്ഥതയുള്ള ഒരു ഇതാണ്. മരണത്തിന് 1 മാസത്തിന് മുമ്പാണ് എന്നെ കണ്ടിരുന്നത്. വീട്ടിൽ ഇതിന് പ്രശ്നമാണ്, സ്വൈരം കിട്ടുന്നില്ല എന്നാണ് എന്നെ സാറേ എന്നാണ് വിളിക്കുന്നത്. അത്ര ഒരു കൊച്ച്, ഞാൻ സംഘം പ്രസിഡന്റ് ആയതിനു ശേഷം സാറേ എന്ന് വിളിച്ചാണ് സംസാരിക്കുന്നത്. അത് നിരന്തരം എന്നോട് പറയുമായിരുന്നു. ഞാൻ ചെയ്യാവുന്ന സഹായങ്ങൾ മുഴുവനും ചെയ്തിട്ടുണ്ട് മുൻകാലങ്ങളിൽ, ഈ അടുത്ത കാലം വരെ. ഇപ്പൊ ഈ ഉണ്ടായ ഒരു ഇതിനെക്കുറിച്ച് എനിക്കും തന്നെ സംശയമുണ്ട്. എന്താണ് ഇതിന്റെ കാരണം? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 6/2014-15 ശ്രീ ബിജു അവിടെ 50,000 ചിട്ടി ചേർന്നു. അതിപ്പോ 8 തവണ മുടക്കമുണ്ട്. 55,000 രൂപ ഇനത്തിൽ അടയ്ക്കണം. ഞാൻ കുറ്റപ്പെടുത്താനോ ഹരാസ് ചെയ്യാനോ ആ കുടുംബത്തെ ഹരാസ് ചെയ്യാനോ പറഞ്ഞതല്ല. ഞാൻ സത്യാവസ്ഥ പത്രക്കാരെയും ചാനലുകാരെയും മറ്റുള്ള പൊതുജനങ്ങളെയും നിക്ഷേപകരെയും ഇത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. കാരണം MDS ചിട്ടി പിടിച്ച് നിക്ഷേപിച്ച തുക തിരിച്ചു കൊടുത്തില്ല എന്നുള്ളതാണ് പരാതി. ബാങ്ക് പ്രസിഡന്റ്, പിന്നെ ബാങ്ക് പ്രസിഡന്റ് പേഴ്സണലായി അദ്ദേഹത്തിന്റെ വ്യക്തിപരമായി വാങ്ങി എന്നുള്ളതാണ്. 2.5 ലക്ഷം. 2.5 ലക്ഷം രൂപ പോയിട്ട് 250 രൂപ പയ്യന്റെ കയ്യിൽ നിന്ന് ഞാൻ കടം വാങ്ങാവുന്ന സാമ്പത്തിക അവസ്ഥയിലുള്ള ആളല്ല ബിജു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ അറിയിക്കാം. അടുത്ത ചിട്ടി എന്ന് പറയുന്നത് 9/14-15 ചിറ്റാൾ നമ്പർ 23 വിശദമായി പറയണമെങ്കിലാണ് ഞാൻ പറഞ്ഞത്. എന്താ ചിറ്റാൾ നമ്മൾ ഞാൻ അങ്ങനെ പറഞ്ഞോളൂ. ചിറ്റാളൻ ഇവിടെ ബിജു ആയതുകൊണ്ട് ചിറ്റാളൻ 23 നമ്പർ. ആ ചിട്ടിയിൽ 23, ആദ്യം പറഞ്ഞതിൽ 8ാമത്തെ ചിറ്റാൾ നമ്പറാണ്. രണ്ടാമത് പറഞ്ഞത് 23ാമത്തെ ചിറ്റാണ്. അത് 7 ലക്ഷം രൂപയാണ് പിടിച്ച്. 10 ലക്ഷത്തിന്റെ ചിട്ടി 7 ലക്ഷത്തിന് പിടിച്ചു. അത് പെൻഡിങ് കിടക്കുകയാണ്. ഇല്ല, അടച്ചാൽ ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ചോദ്യം വരും. അത് സാറിന് ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കുന്നത്. ഞാൻ ചോദിച്ചു, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഞാൻ കാണിച്ചതല്ല. അവർ ചോദിച്ചിങ്ങനെ ഇത്രയും ബാധ്യത കിടക്കുമ്പോൾ പിന്നെ നിങ്ങൾ ഇങ്ങനെ കൊടുത്ത് അവനെ ആത്മഹത്യയിലേക്ക് തള്ളി. ആത്മഹത്യ ചെയ്യാതെ ഇത്രയും കാലം ജീവിക്കാൻ പിടിച്ചു നിർത്തിയത് ചെമ്പഴന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘമാണ്. അപ്പൊ അടുത്തത് 5/2014
18-19 അത് 25,000 രൂപയുടെ സ്ഥലയുള്ള ചിട്ടി. ഞാൻ പറഞ്ഞ 5 ലക്ഷം 10 ഇതൊക്കെ സ്ഥലയാണ് ചിട്ടി. അതിൽ 23-ാം ചിറ്റാൾ നമ്പറാണ്. അതിൽ ഇനി അദ്ദേഹം അടയ്ക്കാനുള്ളത് 17,000 രൂപയാണ്. 5/18-19 5/18-19 23-ാം നമ്പർ ചിറ്റാളാണ്. അതിൽ അടയ്ക്കുന്നത് 17,000 രൂപ. 25,000-ന്റെ സ്ഥലം ഉള്ള FDS. അടുത്തത് 9/18-19 അത് 10 ലക്ഷത്തിന്റെ ചിട്ടിയാണ്. അതിപ്പോൾ റണ്ണിങ് ആണ്. മറ്റേ ചിട്ടി ഇത്രയും പറഞ്ഞ 3 വരെയുള്ള ചിട്ടിയുടെ കാലാവധി കഴിഞ്ഞു. എന്നിട്ട് പെൻഡിങ് ഉള്ള എമൗണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ ചിട്ടി നടന്നുകൊണ്ടിരിക്കുക റണ്ണിങ് ചിട്ടിയാണ്, 100 മാസത്തെ ചിട്ടിയാണ്. അത് 9/18-19 10 ലക്ഷത്തെ സ്ഥലമുള്ള ചിട്ടി. അതില് ചിറ്റാൾ നമ്പർ 85. ആ ചിട്ടിയിൽ പെൻഡിങ് ഉള്ളത് 3,04,020 രൂപ. 3,04,020 രൂപ. അടുത്ത ചിട്ടി 2 ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചിട്ടിയാണ്. അത് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അതിനെ കുറിച്ചാണ് ആരോപണം വന്നേക്കുന്നത്. 2/21-22 അതും 10 ലക്ഷത്തിന്റെ. അത് 15 ചിറ്റാൾ നമ്പർ 15. അത് 100 മാസം 10 ലക്ഷത്തിന്. പെൻഡിങ് അതിൽ അടയ്ക്കാനുള്ളത് 21. അത് 20 തവണ ആയപ്പോൾ ചിട്ടി പിടിച്ചത് സത്യത്തിൽ അല്ലെങ്കിൽ ഞങ്ങളെ സംഘത്തിലെ ആത്മഹത്യയും അല്ല, എനിക്ക് വീട്ടിൽ കയറാൻ പറ്റുന്നില്ല. വസ്തു ജാമ്യം ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഉണ്ട്. ഞാൻ പറഞ്ഞു വരാം. സ്വാഭാവികമായിട്ട് ജാമ്യം ഉണ്ട്. ആദ്യം ഒരു വസ്തു ഉണ്ടായിരുന്നു. പെൻഡിങ് വരുന്ന സമയത്ത് ഒരാളിന് ഇത്രയും ബാങ്ക് കൊടുത്തു. അതൊരു വളരെ സീരിയസ് ചോദ്യമാണ്. അതിന്റെ ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണ്. ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നില്ല. ഒരു പ്രമാണം വീടും വിൽക്കാൻ കൊണ്ട് അതുകൂടെ പറയുമ്പോൾ സാർ അതിന്റെ ഇതിലേക്ക് വരും. 2012 11-ൽ രജിസ്റ്റർ ചെയ്ത് 12-ൽ പ്രവർത്തനം ആരംഭിച്ചു. അപ്പോ അതില് 21-22 ചിട്ടി 2021-22 10 ലക്ഷത്തിന്റെ ചിട്ടിയിൽ 20 തവണ അടച്ചപ്പോൾ ബാങ്കിൽ നിരന്തരം പ്രശ്നം എന്ന് പറഞ്ഞാൽ ജീവനക്കാരുടെ എനിക്ക് കയറാൻ പറ്റും, വീട്ടിൽ കയറാൻ പറ്റില്ല, അങ്ങനെ ഒരു സഹോദര ബന്ധത്തിലുള്ള ആത്മഹത്യാ ഭീഷണി. വീട്ടിൽ കയറാൻ പറ്റിയുള്ള വൈഫ് പ്രശ്നമാണ്. എനിക്ക് ഈ ചിട്ടി പിടിച്ച് തന്നാൽ എനിക്ക് ലോൺ ക്ലോസ് ചെയ്യണം, അതിനു വേണ്ടിയാ ചിട്ടി പിടിച്ച്. ഒരു 4 ലക്ഷത്തിന്റെ ലോൺ അപ്പോൾ സ്ഥാപനത്തിനുണ്ടായി. അത് ആ ലോൺ കൊടുത്തത് വീട് വയ്ക്കുന്നതിന്. വീട് വയ്ക്കുന്ന സമയത്ത് നമ്മുടെ പൈസ, ഈ സംഘത്തിന്റെ പൈസ എടുത്താണ് 4 ലക്ഷം രൂപ കൊടുത്താണ്, ലോൺ കൊടുത്താണ് അദ്ദേഹം വീടിന്റെ പണി പൂർത്തിയാക്കി. ഇപ്പൊ ആ വീട്ടിലാണ് അയാൾ താമസിക്കുന്നത്. അതൊരു തമാശ രൂപയാണ്. അപ്പൊ നല്ല രസികനാണ്, തമാശ പറയുന്ന ഒരാളാണ്. അതെ, എനിക്ക് വീട്ടിൽ കയറാൻ പറ്റൂല, അവിടെ വീട്ടിൽ പ്രശ്നക്കാരാണ്. ഞാൻ പച്ചയായി പറയാണ് കേട്ടോ. അതെ, അത് അങ്ങനെയാ പറയുന്നത്. രസികനാണ്, നമ്മളോടായിട്ടൊക്കെ വളരെ തമാശ പറയുന്ന. മൊത്തം പറഞ്ഞാൽ മതിയോ? മൊത്തം പറഞ്ഞാൽ മതിയോ? ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഞാൻ. അപ്പോ ഇപ്പോ ഞാൻ അവസാനത്തിലേക്ക് കടന്നു. അതാണ് അവസാനത്തെ ചിട്ടി. അപ്പൊ 5 നമ്പർ ചിട്ടി. ആ ചിട്ടി, ഈ ചിട്ടി പിടിച്ച 4 ലക്ഷത്തിന്റെ രൂപയുടെ ലോൺ പ്രിൻസിപ്പൽ എമൗണ്ട് 4 ലക്ഷം, അതിന്റെ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ അത് ക്ലോസ് ചെയ്യും. അപ്പൊ ടോട്ടൽ ചിട്ടി ഇന്ന് ഇതിന്റെ ഒരു ബിസിനസ് ലോൺ ഇതിനകത്ത് അദ്ദേഹം എടുത്തു. 5 ചിട്ടി പുറമെ ബി എൽ എന്ന് പറയുന്നത് ബിസിനസ് ലോണാണ്. 53/20-21 ബിസിനസ് ലോണാണ്. 16,200 രൂപ എടുത്തിരുന്നു, ജീവനക്കാർ എഴുതി തന്നതാണ്. പെൻഡിങ് അതിൽ 9,200 രൂപ ബാലൻസ് ഉണ്ട്. അങ്ങനെ മൊത്തം അദ്ദേഹത്തിന്റെ ആ സംഘത്തിലെ കടബാധ്യത എന്ന് പറയുന്നത് 22,31,200 രൂപയാണ്. 22,31,200 രൂപ.
ചിട്ടിയും ലോൺ അത് ക്ലോസ് ചെയ്തു സാർ. ആ ലോൺ ക്ലോസ് ചെയ്ത് ഈ ചിട്ടി പിടിച്ച ഏറ്റവും ഒടുവിൽ ഞാൻ പറഞ്ഞിട്ട് 2/21/22 10 ലക്ഷത്തിന്റെ ചിട്ടി പിടിച്ചാണ് ഈ 4 ലക്ഷം രൂപ എമൗണ്ട് ക്ലോസ് ചെയ്യുന്നത് വീട് വെക്കുന്നതിന് അതിന്റെ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ. പെൻഡിങ് എന്ന് പറയുന്നത് കഴിഞ്ഞു പോയ ചിട്ടികളെ പറ്റി ഞാൻ 14-15 മുതലുള്ളതിലും പെൻഡിങ് ഉണ്ട്. ചിട്ടിയോ ഒരു ചിട്ടി 8 വർഷം 10 വർഷത്തെ ചിട്ടിയിലാണ് 10 ലക്ഷത്തിന്റെ ചിട്ടിയുടെ കാലാവധി 10 വർഷം. മൂല്യം 2 വീട് വെച്ച് ഞാൻ പോയി കണ്ടിട്ടില്ല. എന്നെ പാലാശരത്ത് ഞാൻ വിളിച്ചതുമില്ല, ഞാൻ പോയതുമില്ല. വളരെ ലളിതമായിരുന്നു. 2 നില വീടും ഉണ്ട്. അത് എന്താ ഇതിനെ ഈടാക്കാൻ പറ്റും എന്തായാലും. വസ്തുവിന് വാല്യൂഷൻ പോകുന്ന ജീവനക്കാരാണ്, ഞാനല്ല. ഞാനോ ഭരണസമിതി അംഗങ്ങളോ ആരും പോകാറില്ല. വാല്യൂഷൻ അതെ വാല്യൂഷൻ അതെ എന്റെ റിപ്പോർട്ടിലുണ്ട്. പിന്നെ അതിൽ അല്പം മാനുഷിക പരിഗണന ഞാൻ കാണിച്ചു. ഞാനത് മൊത്തമായി വിളിച്ച് ഓടുകയല്ല. എന്തായിരുന്നാലും 22 ലക്ഷം രൂപയുടെ ഇത് അവിടെ ബാങ്കിന് ഇപ്പോൾ ലേലത്തിൽ വച്ചാലും ഞാൻ അതൊക്കെ ആ നോട്ടീസ് ഉൾപ്പെടെ എടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ബാങ്കിന് നോട്ടീസ് പോയി തിരിച്ചു വന്നു, മടങ്ങി വന്നു. നോട്ടീസ് കൈപ്പറ്റിയില്ല. ഞാൻ അതെല്ലാം എടുത്ത് ജീവനക്കാരുടെ ഇന്ന് തരാൻ രാവിലെ പറഞ്ഞിരുന്നതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഒന്നിനും പുറത്ത് ജീവനക്കാർക്ക് എടുത്ത് തരാൻ പറ്റാത്ത വ്യവസ്ഥയാണ്. അനവധി പ്രാവശ്യം നോട്ടീസ് അയക്കുകയും റീസെന്റ് ആയിട്ട് ഒരു മാസത്തിനകത്ത് 2 രജിസ്റ്റേർഡ് നോട്ടീസ് സ്വീകാര്യം 2 രജിസ്റ്റേർഡ് നോട്ടീസ് പോയിട്ട് അത് തിരിച്ച് മടങ്ങി വന്നു, കൈപ്പറ്റിയില്ല. എന്നിട്ട് ഞങ്ങൾ ഒരു റിക്കവറി ടീമിനെ ജീവനക്കാരുടെ ഒരു റിക്കവറി ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ റിക്കവറി ടീം 2 മാസത്തിന് മുമ്പ് എന്നോട് തന്നെ പറഞ്ഞില്ല. അവരെല്ലായിടത്തും പോകുന്ന കൂട്ടത്തിൽ ബിജുവിന്റെ വീട്ടിൽ ഞാൻ. ആ സമയത്ത് ബിജുവിന്റെ ഭാര്യ അവിടെ ഉണ്ടായി. 2 മാസത്തിന് മുമ്പ് നാം ജീവനക്കാരൻ 2 മാസത്തിന് തൊട്ട് മുമ്പ് ബിജുവിന് ആർബിട്രേഷൻ എടുത്തിട്ടില്ല. അല്ലാതെ ആർബിട്രേഷൻ ഉണ്ട്. 3-ാം തീയതി അദാലത്ത് വെച്ചേക്കാം. ആർബിട്രേഷൻകാരുടെ കേസുകാരുടെ അദാലത്ത് രജിസ്ട്രാറിന്റെ 18/10/24 പുതിയ സർക്കുലർ പ്രകാരം 3-ാം തീയതി സംഘത്തിന് അദാലത്ത് വെച്ചേക്കാം. 2 മാസത്തിന് മുമ്പ് വൈഫ് അവിടെ ഉണ്ടായി. അപ്പോൾ ജീവനക്കാരോട് ചെന്ന് കാര്യം പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് ബാധ്യത ബിജുവിന് കിടക്കുകയാണ്. ബിജു പ്രസിഡന്റിനെ സ്വാധീനിച്ച് ഇങ്ങനെ പൈസ പറ്റി ഒന്നും അടയ്ക്കാതെ ഒരുപാട് പെൻഡിങ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ലോണിനെ സംബന്ധിക്കുന്നതോ ചിട്ടിയെ സംബന്ധിക്കുന്നതോ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. എന്താണ് ബിജുവിന്റെ ഭാര്യ ചെന്ന റിക്കവറി ടീമിനോട് പറഞ്ഞ വനിതകളും പുരുഷനും ഒക്കെ ഉൾപ്പെട്ട റിക്കവറി ടീമാണ്. ആ റിക്കവറി ടീമിൽ ഞാനും പോകാറുണ്ട് കൂടെ ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെയാണ് അയാളുടെ ഭാര്യ ഈ റിക്കവറി ടീമിനോട് പറഞ്ഞു, ഇത്തരം ബാധ്യതകളെ പറ്റി എൻ്റെ അടുത്ത് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞോട്ടെ. ഞാൻ ഏത് ചോദ്യത്തിനും മറുപടി പറയാം. അത് ഞാൻ ആധികാരികം, അതിനാൽ ഞാൻ ഒന്നും പറഞ്ഞു. ഇത് സമൂഹത്തെ അറിയിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഞാൻ ഒരു പ്രതിസ്ഥാനത്ത് നിൽക്കാൻ ഒരു കൊലപാതകത്തിന്റെ കുറ്റം എൻ്റെ മേൽ ആരോപിക്കുമ്പോൾ ആത്മഹത്യയുടെ അപ്പൊ പിന്നെ എനിക്കത് പറയണ്ടേ? പൊതുസമൂഹത്തിനോട് പറയാൻ ബാധ്യസ്ഥനല്ലേ ഞാൻ മുങ്ങി എന്ന് പറഞ്ഞാൽ ഇവിടെ ട്രിവാൻഡ്രം പ്രസ് ക്ലബിൽ വന്നും പൊങ്ങി എന്ന് പറയാം. അതാണ് ശരി. കാരണം ഇവിടെ ഞാൻ പൊങ്ങി, അവിടെ പൊങ്ങി, ഇവിടെ പൊങ്ങിയിരിക്കുക. അത് നിങ്ങൾ മാലോകരെ കാണിക്കണം. മാനുഷിക പരിഗണന, ഏത് വാർത്തയ്ക്കും മാനുഷിക പരിഗണന. അപ്പോൾ ഇത്രയും ബാധ്യതകളാണ് ബിജുവിനെ സംബന്ധിക്കുന്നിടത്തോളം ബാങ്കിന്റെ പ്രാഥമിക ജീവനക്കാർ എന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എന്റെ തന്ന പ്രാഥമിക. ഇതിനകത്ത് വേരിയേഷൻ ഉണ്ടോ എന്നുള്ളത് ഞാൻ ആ റെക്കോർഡ്സ് എടുക്കാൻ ഇന്ന് നിർഭാഗ്യവശാൽ കഴിയുന്നില്ല. അവിടെ പോലീസ് വിചാരിച്ചിട്ടും ജീവനക്കാർക്ക് പുറത്ത് കിടക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് തരേണ്ട പ്രസ് റിലീസും ഗോൾഡിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളും എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സുതാര്യമായ എന്റെ മനസാക്ഷിയെ വഞ്ചിച്ച് ഞാൻ ഒരുവിധ ഇതും നടത്തിയിട്ടില്ല. അപ്പൊ ഞാനൊരു ഗോൾഡിന്റെ കാര്യമാണ് അവർ ആരോപിക്കുന്നത്. അതിന്റെ മറുപടി പറയട്ടെ.
ഞാൻ ഓരോന്നിലേക്ക് വരാം. ആദ്യം ബിജുവിന്റെ മരണം കഴിഞ്ഞ് ആ സംവിധാനം അതിന്റെ ഇത് കഴിഞ്ഞിട്ട് മറ്റു ഓഡിറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. മറുപടി പറയാൻ തന്നെ ഇരിക്കുന്നത്. നിങ്ങൾ സമയം തന്നാൽ ഞാൻ പറയും. 2.5 വർഷം 29-ാം തീയതി പൂർത്തിയായി. 2 വർഷം. അപ്പോ ഇന്നൊരു ഗോൾഡിന്റെ കാര്യം. ഗോൾഡ് വെച്ച് പ്രസിഡന്റിന് 2 ലക്ഷം രൂപ എത്രയാണെന്ന് പറയില്ല, 2-2.5 ലക്ഷം രൂപ തന്നതെന്നാണ് ആരോപണം. അത് പേഴ്സണലായി തന്നു എന്നാണ്. നിങ്ങൾ ആ വീട് സന്ദർശിച്ചു എന്നറിയില്ല. വീട് ഇപ്പോഴത്തെ വീട് പുതിയ വീടായതുകൊണ്ട് പാല് കാച്ച നല്ല വീട്ടിലായിരിക്കാം എന്ന് ഞാൻ സങ്കല്പിക്കുന്നു. ഞങ്ങളുടെ ഇത്രയും ബാധ്യതയുള്ള, ജീവിക്കാൻ അതികഠിനമായി ബുദ്ധിമുട്ടുന്ന ഒരു പാവപ്പെട്ട ഈ ബിജു എന്ന് പറയുന്ന മരണപ്പെട്ട പയ്യന്റെ അടുത്ത് ഞാൻ 2.5 ലക്ഷം രൂപ എന്റെ വ്യക്തിപരമായ ആവശ്യത്തിന് വാങ്ങി എന്നുള്ളതാണ്. അത് വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു പ്രസിഡന്റ് എന്നുള്ള നില. ഞാൻ ഇത്രയും സഹായിച്ച ആ വീട്ടിലിരിക്കുന്നവരൊക്കെ അറിയോ ഇല്ലെന്ന് അറിയില്ല. ബിജു മാത്രമേ ആ സംഘത്തിൽ വരുന്നിട്ടുള്ളൂ. ഇന്ന് വരെ അദ്ദേഹത്തിന്റെ വൈഫ് ആ സംഘത്തിൽ വന്നിട്ടില്ല, ഞാൻ കണ്ടിട്ടുമില്ല. മോഹൻ ഇന്നലെ ചാനലിൽ കരഞ്ഞതുപോലെ കണ്ട് വാർത്ത പറയുന്നതാണ്, അതിൽ കൂടിയാണ് ഞാൻ കണ്ടത്. പിന്നെ വീട്ടിൽ വന്നിരുന്നു 2 ദിവസം. അത് സന്ധ്യയ്ക്കാണ് വരുന്നത്. എനിക്ക് വ്യക്തമായി അയാളുടെ മുഖം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. കൊച്ചുകുട്ടി എനിക്കറിയാം, മകളെ എനിക്കറിയാം, ഒരു മകളെ എനിക്കറിയാം. ബാക്കി മൂത്ത മകളെ അറിയില്ല, ഞാൻ വ്യക്തമായി കണ്ടിട്ടില്ല. ഭാര്യയുടെ മുഖം ഞാൻ വ്യക്തമായി ഓർമ്മിക്കുന്നില്ല. ഞാൻ ഇന്നലെ ചാനലിൽ കണ്ടാണ് അത് ഭാര്യയാണെന്ന് മറ്റുള്ളവർ കണ്ടവർ പറഞ്ഞു. അപ്പൊ ഈ അവിടെ സ്വർണം വെച്ച, ഏറ്റവും ഒടുവിൽ സ്വർണം വെച്ച അതും എടുത്തു. സ്വർണം എടുക്കണമെന്ന് പറഞ്ഞ എടുക്കാൻ പറ്റുമോ ബിജു എന്ന് ചോദിച്ചപ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇതെടുത്ത് ചേങ്കോട്ടുകുണത്തുള്ള ഗ്രാമീൺ ബാങ്കിൽ പണയം വെച്ച് ഇവിടുത്തെ പൈസ കൊണ്ട് അടയ്ക്കാം. അപ്പൊ ഇവിടെ പൈസ അടയ്ക്കാതെ വേണ്ടി ഗോൾഡ് എടുത്ത് ചേങ്കോട്ടുകുണത്ത് ചെമ്പഴത്തിൽ നിന്ന് ഗ്രാമീൺ ബാങ്കിലേക്ക് പോകും. അപ്പൊ പൈസ ഇവിടെ ലൈബിലിറ്റി കിടക്കുമ്പോൾ ഞാൻ ഒരു സ്ഥിരം ജീവനക്കാരനെ കൂടി ബിജുവിന്റെ കൂടെ, ഒരു ജീവനക്കാരനെയും കൂടി ബിജുവിന്റെ കൂടെ. ബിജു പറഞ്ഞു, എനിക്ക് അക്കൗണ്ട് ഗ്രാമീൺ ബാങ്കിലില്ല, എൻ്റെ മകൾക്കുണ്ട്, അവളുടെ പേരിൽ വയ്ക്കാമെന്ന് പറഞ്ഞു. മകൾ എങ്ങനെ വരും? അവള് സ്കൂട്ടറിൽ അവിടെ വരുമെന്ന് ചേട്ടനുണ്ട്. ജീവനക്കാരൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ആ മകളെ പേരിൽ ആണ് വെച്ചത്? മകൾ അവിടെ ഉണ്ടായിരുന്നു, വന്നിരുന്നു. അങ്ങനെ ആ പണം കൊണ്ടുവന്ന് ഇവിടുത്തെ ബാധ്യത സ്വർണ്ണം കൊടുത്തു വിട്ട് അപ്പുറത്തുകൊണ്ട് വച്ചിട്ടാണല്ലോ ഇവിടെ കൊണ്ടുവന്ന് അടച്ചത്. അതിന് എങ്ങനെ കൊടുത്തു എന്നുള്ളതാണ്. അതിന് വേണ്ടി ആ ഗോൾഡിന്റെ സെക്യൂരിറ്റിക്ക്, ഒരു സംരക്ഷണത്തിന് വേണ്ടിയാണ് ജീവനക്കാരനെ കൂടി ആയിട്ടത്. അതായത് ടേക്ക് ഓവർ എന്ന് നമ്മൾ പറയുമ്പോൾ ഇവിടുന്ന് എടുത്ത് മറ്റിടത്ത് കൊണ്ടുവച്ചു, അവിടുത്തെ നമ്മുടെ ബാധ്യത തീർന്നു. 1,24,000 ഒരു എമൗണ്ടും 1 ലക്ഷം രൂപയുടെ വരും. അതെ, 2,24,000. പ്രിൻസിപ്പൾ അവിടെ, പിന്നെ പലിശയും ഇവിടെ വരും. ഞാൻ അതിന്റെ ആധികാരിക രേഖ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഫോട്ടോക്കെ പോലീസുകാർക്ക് കൊടുത്തിരുന്നു, ഉദ്യോഗസ്ഥന്മാർ നമുക്ക് കൊടുത്തിരുന്നു. ഇവിടെ കൊണ്ടുവരാൻ ഇന്ന് എടുക്കാൻ ബാങ്കിൽ നിന്ന് പറ്റാത്തതുകൊണ്ട്. അതെങ്കിൽ എന്ന് പോയ ഡേറ്റ് വരെ ഞാൻ പറഞ്ഞില്ല. 12-ാം മാസം കൊണ്ട് നടന്നതെന്ന് തോന്നുന്നു. 2023 12-ാം മാസത്തിലാണ് ഈ ഗോൾഡ് അപ്പുറത്ത് കൊണ്ടുവച്ച് ഇവിടെ കൊണ്ടുവന്ന് പൈസ. അറ്റ് പ്രസന്റിൽ അദ്ദേഹത്തിന് ഇവിടെ ഏതൊരുവിധ ഗോൾഡ് ലോണും ഇല്ല. ഗോൾഡ് അവിടെ ഇരിക്കുന്നു. ഒരു നിക്ഷേപം നടത്താവുന്ന സാമ്പത്തിക ശേഷിയുള്ള ആളല്ല ബിജു, മരണപ്പെട്ട ബിജു. മനസ്സിലായത്? അപ്പൊ അങ്ങനെ ആ ഇനത്തിൽ അപ്പൊ ഇവിടെ ഞാൻ എന്റെ സംശയം അതാണ്. ഡയറിയിൽ എന്റെ പേര് എഴുതി വെച്ച് എന്നെ 1 മാസത്തിന് വിളിച്ചു. 1 മാസത്തിന് മുമ്പോട്ട് ഞാൻ എത്തി ദേഷ്യപ്പെട്ട് അവരോട് സംസാരിക്കേണ്ടി വന്നു. അവന്റെ ഭാഗത്ത് മൊബൈലിൽ കൂടി രാത്രി വിളിച്ചപ്പോൾ നല്ല വർത്തമാനമല്ല. സ്വയബോധത്തിൽ ഒരിക്കലും എന്നോട് അങ്ങനെ സംസാരിക്കുന്നതല്ല. അതിനുശേഷം എന്നെ കാണാം, ഒരുപക്ഷെ എന്നെ കണ്ടിരുന്നുവെങ്കിൽ ഇന്ന് ഈ ആപത്ത് സംഭവിക്കില്ല. ഞാൻ ഏതെങ്കിലും രീതിയിൽ ഈ വിവരങ്ങൾ വസ്തുനിഷ്ഠമായി എന്നോട് ബോധ്യപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഞാൻ ഇനിയും പിടിച്ചു നിർത്തുമായിരുന്നു. അപ്പൊ വീട്ടിൽ സ്വൈരത കിട്ടുന്നില്ല എന്നുള്ളതാണ് അവൻ പറഞ്ഞ ഭാര്യ പ്രശ്നമാണ്. അത് അങ്ങനെ പൈസ അതെ, പൈസ വീണ്ടും കൊടുക്കാനാണ് ഈ പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞു. ഞാൻ എന്റെ ഭാഗമാണ് പറയുന്നത്. അത് ബാക്കിയുള്ളത് അന്വേഷിച്ച് നിങ്ങൾ കണ്ടെത്തുക. പത്രക്കാരും പോലീസും സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുമായി കണ്ടെത്തി ആ മരണത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള, ഞാൻ പ്രസ് ലിസ്റ്റ് അതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും വിധത്തിലുള്ള ഇൻവോൾവ്മെന്റ്
സംഘം പ്രസിഡന്റ് എന്ന നിലയിൽ തെളിയിച്ചാൽ IPC ഇന്ന് മുതൽ മാറി. പുതിയ നിയമം അനുസരിച്ച് എന്നെ കൊലപാതക ആത്മഹത്യക്കോ അതായത് ഏത് കുറ്റം 302 അനുസരിച്ച് കേസെടുത്ത് എന്നെ ജയിലില്ല. അതാണ് മനസ്സിലാകാത്ത. അവിടെയാണ് ഈ വീട്ടുകാർ തമ്മിലും ബിജുവും തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം. മനസ്സമാധാനം ഇല്ല എന്ന് പറയുന്നതിന്റെ ഇത് അതാണ്. ഈ ഗോൾഡ് അവരൊക്കെ വേണം ഇവിടെ ജയങ്കോട്ടുണ്ടത്ത് കൊണ്ടുവച്ചു. അത് ഞങ്ങൾ എടുത്തു കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇത്രയും ബാധ്യത കിടക്കുമ്പോൾ ജീവനക്കാർ അതിന് ഒന്നാമത് സംഘത്തിനെതിരെ ആരോപണങ്ങളുടെ ഒരു പുകമറ തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും നമുക്ക് ഒരു വായ്പയും കൂടി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അവര് പറഞ്ഞൊരു ആരോപണത്തിൽ ആ കുട്ടിക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി 2 ലക്ഷത്തോളം രൂപ ചോദിച്ചു. താങ്കൾ അത് പല പ്രാവശ്യം കൊടുക്കാമെന്ന് പറഞ്ഞു, കൊടുത്തില്ല എന്നുള്ളൊരു ആരോപണം കൂടി പറഞ്ഞിട്ടുണ്ട്. 2 ലക്ഷം രൂപ അല്ല, ഒരു ലോൺ ഒന്നുകൂടി ചോദിച്ചു. അതല്ലെങ്കിൽ ഈ പ്രമാണം ഇവിടുന്ന് എടുത്ത് കൊടുത്താൽ വേറെ ബാങ്കിൽ കൊണ്ടുവച്ച് ഇവിടുത്തെ ബാധ്യത തീർക്കാമെന്ന് പറഞ്ഞു. പ്രമാണം അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അവൻ ആദ്യം പോയി ബിജു പോയി മറ്റൊരു ധനകാര്യ സ്ഥാപനത്തെ സമീപിച്ച് ഇത് ഇവിടുന്ന് എടുത്ത് അവിടെ വയ്ക്കാൻ ഗോൾഡ് എടുത്തത് കൊണ്ടുപോയതുപോലെ മാറ്റിവെച്ചതുപോലെ തയ്യാറായാൽ മാത്രമേ ആ ധനകാര്യ സ്ഥാപനവും നമ്മളും തമ്മിൽ ഒരു ടൈപ്പ് ഉണ്ടാക്കുകയും ഇവിടെ പൈസ അടയ്ക്കുന്ന മുറയ്ക്ക് നമ്മൾ പ്രമാണം റിലീസ് ചെയ്ത് കൊടുക്കും. അതാണ് ആ സംസാരമായെന്ന് പറഞ്ഞത്. ഒരു ദിവസം രാത്രി എന്നെ വിളിച്ച് 1 മാസത്തിന് മുമ്പ് പ്രമാണം തിരിച്ചു കൊടുക്കുന്നത്. താങ്കൾ പറയുന്നത് ബാങ്കിൽ നിന്നുള്ള സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടല്ല പ്രശ്നമാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണോ? എന്റെ സംശയം അതാണ്. വീട്ടിൽ അദ്ദേഹത്തിന് സ്വസ്ഥത കിട്ടുന്നില്ല എന്ന് സ്വൈരത അവൻ ഉപയോഗിക്കുന്ന വാക്കതാണ്. സ്വൈരത കിട്ടുന്നില്ല എന്നുള്ളത്. അത് നാട്ടുകാരാണ്, എന്നെ അറിയാം അവരൊക്കെ. നാട്ടുകാരാണെങ്കിൽ ഇത്രയും അടുത്ത ബന്ധം വെക്കുന്ന പ്രസിഡന്റിന്റെ പേര് ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വെക്കാനുള്ള കാരണം എന്താണ്? വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ വീട്ടുകാരുടെ പേരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കണ്ടേ? ഇത്രയും സഹായിച്ച താങ്കളുടെ പേര് എന്തിന് ബിജു ഈ ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വെച്ചു? അതാണ് എന്റെ ചോദ്യം. ഞാനും ചോദിക്കുന്ന ചോദ്യം അതാണ്. അത് കണ്ടുപിടിക്കണം നിങ്ങൾ. ബിജു ആണോ ഇത് എഴുതിയത്? ബിജുവിന്റെ ലെറ്റർ ഇത് കയ്യക്ഷരമൊക്കെ ഞങ്ങളുടെ ബാങ്കിലുണ്ട്, ഞങ്ങളുടെ സ്ഥാപനത്തിലുണ്ട്. വളരെ സംശയമുണ്ട്. എനിക്ക് ആത്മഹത്യാ കുറിപ്പ്, ബിജുവിന്റെ ആത്മഹത്യാ കുറിപ്പ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നിങ്ങൾ പറഞ്ഞറിയിച്ചിട്ടുള്ളത് പോലീസ് പറഞ്ഞിട്ടുള്ളതേ ഉള്ളൂ, അറിവേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പിൽ എന്റെ പേര് പറയുകയോ അത് ആരെങ്കിലും പ്രേരണ കൊണ്ട് അത് എഴുതിയതാണോ എന്നുള്ളത് ഞാൻ ബലമായി സംശയിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. അടിവരയിട്ട് ഞാൻ പറയുന്നു. ആരോപണം ആരുടെ ബാങ്കിൽ എല്ലാ ബാങ്കുകളിലും ഉള്ള ഇപ്പൊ ഉള്ള അറിയാമല്ലോ, സഹകരണ മേഖലയിലെ ഒരു ബാങ്കിന് ഞാൻ പറഞ്ഞു നമ്മുടെ തൃശ്ശൂരിലെ ബുദ്ധിമുട്ട് മുതൽ പ്രശ്നങ്ങൾ മുതൽ സഹകരണ മേഖലയെ മൊത്തത്തിൽ ഇത് ക്യാൻസർ പോലെ ഇങ്ങനെ ബാധിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ബാങ്കിനെ കുറിച്ച് വേറൊരു ആരോപണം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് 25 ലക്ഷം രൂപ നിക്ഷേപിച്ചതിന് ശേഷം പല പ്രാവശ്യം കയറി ഇറങ്ങിയ ശേഷം അത് കൊടുത്തില്ല എന്നൊരു ആരോപണം. അതെ, അത് പല പ്രാവശ്യം താങ്കളെ കണ്ടിട്ട് പോലും താങ്കൾ ആരാണെന്ന് പറയാം. അത് ആരോപണമല്ല, അത് ഓൾറെഡി ചാനലിൽ വന്ന കാര്യമാണ്. ചാനലിൽ വരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ വ്യക്തിയുടെ പേര് അറിയത്തില്ലേ? അറിയില്ല. അപ്പോ അവിടെ ചെമ്പഴന്തിയിൽ തന്നെ ജനിച്ചു വളർന്ന ട്യൂട്ടോറിയൽ, ഞാൻ ദീർഘകാലം അധ്യാപകനായിരുന്ന ആളാണ്. ട്യൂട്ടോറിയൽ അവിടെ ഞാൻ പഠിപ്പിച്ച ഒരു പയ്യനാണ് സജാദ് എന്ന് പറയുന്ന ഒരു വ്യക്തി. അദ്ദേഹം മാധ്യമ പ്രവർത്തകനാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്നലെ പല മാധ്യമങ്ങളിൽ ചോദിച്ചു, അത് മാധ്യമ പ്രവർത്തകനല്ല, ന്യൂസുകൾ കളക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു സജാദ്. ഈ സജാദ് 6 വർഷത്തിന് മുമ്പ് മാധ്യമത്തിൽ പ്രവർത്തിച്ചിരുന്നു എന്ന് എന്റെ ഓർമ്മ ശരിയാണ്. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, മാധ്യമ പ്രവർത്തകനല്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. റിപ്പോർട്ട് കളക്ട് ചെയ്ത് മാധ്യമക്കാർക്ക് കൊടുക്കുന്നു എന്നാണ് ഞാൻ ഇന്നലെ ആരുടെയോ സംസാരിച്ചപ്പോൾ ആയിരിക്കാം. അപ്പൊ ഞാൻ എന്റെ ഇതിലേക്ക് കിടക്കുന്നില്ല. ഞാൻ ഒരിക്കൽ ശരി, അപ്പൊ മാധ്യമ പ്രവർത്തകൻ. അപ്പൊ നിങ്ങൾ പറഞ്ഞ ശരിക്കും അദ്ദേഹം മാധ്യമ പ്രവർത്തകനായി അല്ല, മാധ്യമ പ്രവർത്തകൻ അല്ല. അപ്പൊ ഇയാൾ മാധ്യമത്തിൽ വർക്ക് ചെയ്തിരുന്നു 6 വർഷത്തിന് മുമ്പ്. 6 വർഷത്തിന് മുമ്പ് ഇതുപോലെ ഒരു ചാനൽ ഒരു ഫേക്ക് ന്യൂസ് കൊടുത്ത് ഞാൻ മാധ്യമ പത്രം
ഓഫീസ് നമ്പർ എടുത്ത് വിളിച്ചു പറഞ്ഞു. അടിയന്തരമായി പരിശോധിച്ച് പ്രസിഡന്റ് വിവരം അറിയിക്കുന്നു. മാധ്യമത്തിൽ നിന്ന് എന്നെ വിളിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തിന് വാണിംഗ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ മാധ്യമത്തിലല്ല എന്ന് മനസ്സിലായി. ഇപ്പൊ എവിടെയാണ് എന്ന് എനിക്കറിയില്ല. എന്നാൽ ഒരു ചാനൽ, ഏതോ ഒരു ചാനലിന്റെ മുന്നിൽ നിന്ന് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട് വളരെ ആധികാരികമായൊക്കെ സംഘത്തെപ്പറ്റി സംസാരിക്കുന്നത്. അദ്ദേഹം വിളിച്ചുകൊണ്ട് വന്ന 3-4 ബന്ധുക്കളാണ്, അദ്ദേഹത്തിന്റെ ബന്ധുക്കളാണ് ഇന്നലെ അവിടെ ഉണ്ടാക്കി. ഒന്ന് ഒരു സുധീർ, ഒന്ന് പറഞ്ഞിട്ട് ഒന്ന് ഒരു സുധീർ 23 ലക്ഷം രൂപ. ഇത് അപ്പൊ എന്താ ഇതൊക്കെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇതൊന്ന് പറയണ്ടേ? ബാങ്കിന്റെ സെക്രട്ടറി ആരാണ്? ലക്ഷ്മി. ലക്ഷ്മി താങ്കളുടെ ആരാണ്? എന്റെ സഹോദരിയുടെ മകളാണ്. ബന്ധു, നിങ്ങൾ വന്നതിന് ശേഷം ഒരു ബന്ധുക്കൾ തന്നെ ഒരു പോസ്റ്റിലേക്ക് വരുന്നു. അവർക്ക് പിന്നീട് ഞാൻ ഒരു ഇത് കാര്യം പറഞ്ഞ് നിങ്ങൾ അതിനെ ഡൈവേർട്ട് ചെയ്ത് വേറെ വിധത്തിലേക്ക് കൊണ്ടുപോകും. ഞാൻ ഓരോ വിഷയത്തിലേക്ക് അതിന് സമയം തന്നാലും ഞാൻ ഓരോ നാട്ടിൽ പറയും. ആരോപണങ്ങൾ അനവധി കിടക്കുമ്പോൾ എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. അതൊക്കെ ഞാൻ പറയാം. അപ്പൊ ഈ ഞാൻ സജാദിന്റെ പേര് നിങ്ങൾ അഭിപ്രായം അങ്ങനെ പറയരുതെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു അതിനെ ഞാൻ ഇപ്പൊ സജാദിന്റെ വിഷയത്തിൽ നിൽക്കുന്നതേ ഉള്ളൂ. അത് കഴിയട്ടെ. അല്ല അതാ ഇവിടെ ഒരാൾ ചോദിച്ച ചോദ്യത്തിൽ ഞാൻ മറുപടി പറഞ്ഞു തീർന്നില്ലല്ലോ. ഇതൊന്ന് പറഞ്ഞോട്ടെ, ഇതൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ ഏത് സംശയം ചോദിച്ചാലും ഞാൻ പറയാൻ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ എത്ര മണിക്കൂർ വേണമെങ്കിലും ഇവിടെ ഇരുന്ന് മറുപടി പറഞ്ഞിട്ട് ഞാൻ പോകും. ഞാൻ ഒരു ചോദ്യത്തിൽ ഒളിച്ചോടാൻ ആഗ്രഹിക്കുന്നില്ല. ഒളിച്ചോടുന്ന ആവശ്യം എനിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ധൈര്യമായിട്ട് വന്നത്. അപ്പൊ നിങ്ങൾ അതിനുള്ള സാവകാശം എനിക്ക് തരണ്ടേ? ഏത് ചോദ്യങ്ങൾ ചോദിച്ചോ അതിന് ഞാൻ മറുപടി പറയാം. അത് സത്യമോ നിങ്ങൾക്ക് സത്യമോ അസത്യമോ ആയി തോന്നുന്നുവെങ്കിൽ അത് പറയാൻ എന്നെ അനുവദിക്കണം. ഇവിടെ ചോദിച്ചത് അതാണ്. 23 ലക്ഷം രൂപ ഇട്ട ഒരു വ്യക്തിക്ക് പൈസ കൊടുക്കാൻ പറ്റിയില്ല, അത് സജാദിന്റെ ബന്ധുവാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. സുധീർ എന്ന് പറയുന്ന പയ്യന്റെ അച്ഛൻ ബാപ്പ അവിടെ സെപ്റ്റംബറിൽ പൈസ വേണം വിദേശത്ത് പോകാനെന്ന് പറഞ്ഞിട്ടുണ്ട്, ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്, കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സെപ്റ്റംബർ ഇപ്പൊ ജൂലൈ ഒന്നും ആയതേ ഉള്ളൂ. ജൂലൈ ഓഗസ്റ്റ് 3-ാം മാസത്തിലാണ് കൊടുക്കേണ്ടത്. അദ്ദേഹം മെനിയാന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നീ ചാനലിൽ കൂടി മെനിയാന്ന് എൻ്റെ അടുത്ത് ഫോൺ ചെയ്ത് അത് അയാൾ പറഞ്ഞ വാക്കുകൾ പ്രസിഡന്റിനെ കാണുന്നില്ല, മീറ്റിംഗിലാണെന്ന് പറയുന്നു. ഞാൻ ആ സംഘത്തിൽ ഇരുന്ന് കുടിശ്ശിക പിരിച്ചെടുക്കാൻ രാപ്പകൽ അധ്വാനിക്കുന്ന ആളാണ്. മനസ്സിലായില്ലേ? അവിടെ അദ്ദേഹം വന്നപ്പോ ഏതോ ഒരു നിമിഷത്തിൽ ഞാൻ ഇല്ലാന്ന്. അദ്ദേഹത്തിന്റെ ബാപ്പ കഴിഞ്ഞ മാസം വന്ന് പലിശ എടുത്തോണ്ട്, കഴിഞ്ഞ ആഴ്ച വന്ന് പലിശ എടുത്തോണ്ട് പോകുമ്പോൾ ഞാൻ അവിടെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ബാപ്പയും തൊട്ടടുത്തോണ്ട് പശു കൃഷി ചെയ്ത് ജീവിക്കുന്ന കുടുംബമാണത്. 23 ലക്ഷം രൂപ അങ്ങനെയാണ് ആ ഡിമാൻഡ് ചെയ്തേക്കുന്നത്, സെപ്റ്റംബറിൽ കൊടുക്കാൻ വേണ്ടി. പിന്നെ മറ്റൊരു ആരോപണം, അതുകൂടെ ഒന്നുകൂടി പറഞ്ഞോട്ടെ. ഒരു ആരോപണം കൂടി ഉണ്ട്. ഇപ്പൊ ഡെപ്പോസിറ്റ് നിക്ഷേപത്തിന്റെ കാര്യം ചോദിച്ചതുകൊണ്ടാണ്. ഒരു BJP-യുടെ അത് അതിലേക്ക് കടക്കാം. അല്ല, നിക്ഷേപകരെ അറിയണം ഈ സംഭവം. അത് ഓഡിറ്റ് റിപ്പോർട്ടിനെ പറ്റി നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയും. അതിനേക്കാൾ ഉപരി അതെന്റെ പ്രസിഡന്റ് സ്ഥാനത്തെ സംബന്ധിക്കുന്നതാണ്. എന്റെ സഹകരണ സംഘം കൊണ്ട് 10-35-ലധികം ജീവനക്കാർ ആ കുടുംബങ്ങളിൽ ജീവിക്കുന്നതാണ്. അതിൽ ബഹുഭൂരിപക്ഷവും പെൺകുട്ടികളാണ്. 35 ജീവനക്കാർ ബ്രാഞ്ചുകളിലും അനുബന്ധ സ്ഥാപനങ്ങളിലും. അപ്പോ ഞാൻ പറഞ്ഞത് BJP-യുടെ അതിലേക്ക് കടന്നില്ല. ഒരു ത്രിദീപത്തിൽ സജീവ് കുമാർ 15 ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ട് ഉണ്ട്. അദ്ദേഹം ചോദിച്ചിട്ട് പൈസ കൊടുത്തില്ല, പരാതി കൊടുത്തേക്കണം. ഇന്ന് സംഘത്തിൽ നിന്ന് ഈ പത്രം കണ്ട ഉടനെ സംഘത്തിൽ നിന്ന് സജീവ് കുമാറിനെ വിളിച്ചു. സജീവ് കുമാർ പറഞ്ഞു, ഞാൻ ഒരിടത്തും പരാതി കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല 2-3 പേർ എൻ്റെ വീട്ടിൽ ശനിയാഴ്ച വന്നിരുന്നു. കോപ്പറേറ്റീവ് സഹകരണ സംഘം രജിസ്ട്രാറും ഡെഡ് ബോഡിയും പോലീസും ചെമ്പഴന്തിയിൽ കൊണ്ട് നിങ്ങൾ പോയി ആ പൈസ വേണമെന്ന് പറയണമെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ പൈസ ഇട്ടിട്ടുണ്ട്, എനിക്കിപ്പോൾ ആവശ്യമില്ല, ഞാൻ ആവശ്യപ്പെടുമ്പോൾ കൊടുക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനല്ലാതെ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തും പരാതി കൊടുത്തിട്ടില്ല, അവരുടെ അടുത്തും പരാതി കൊടുത്തിട്ടില്ല. ത്രിദീപത്തിൽ വീട് ആനന്ദേശ്വരം ത്രിദീപത്തിൽ സജീവിന്റെ ഇത് വാർത്ത വന്നതുകൊണ്ട് ഞങ്ങളെ സജീവമായിട്ട് സംസാരിച്ചു. ആ വീടുമായി ദീർഘകാലത്തെ അഭേദ്യമായ ബന്ധമുള്ള ഒരു ആളാണ് ഞാൻ.
അതായത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, ഞാൻ ആ വാർത്ത കേൾക്കാൻ പറ്റിയില്ല. ആയിക്കോട്ടെ, അപ്പൊ പ്രാഥമിക അതായത് ആഡിറ്റ് റിപ്പോർട്ട് ആഡിറ്റിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഈ ഭരണസമിതിയിൽ എത്ര അംഗങ്ങളുണ്ട്? 11. അതില് താങ്കളുടെ ഭാര്യ അംഗമാണ്. ആണ്. നിയമനം പാടുണ്ടോ? നിയമനം പാടുണ്ടോ? ഡയറക്ടർ ബോർഡ് താങ്കളുടെ ഭാര്യയുണ്ട്, സെക്രട്ടറി ആയിരിക്കുന്നത് താങ്കളുടെ സഹോദരിയുടെ മകളാണ്. ഇത്തരത്തിൽ മൊത്തത്തിൽ താങ്കളുടെ അണ്ടറിലാണ് ഈ ബാങ്ക് ഇരിക്കുന്നത്, ബന്ധുക്കളാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അല്ല, ഞാനത് അതെ നിങ്ങൾ ചോദിച്ചല്ലോ, ഇനി പറയട്ടോ. ഇത് ബോർഡ് മെമ്പറാണ് വിക്രമൻ നായർ. 1969 സഹകരണ നിയമത്തിൽ ഒരിടത്തും തന്നെ ബന്ധുക്കൾ ഭാര്യ മെമ്പറാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. കോൺഗ്രസും ബിജെപി ഭരിക്കുന്ന ബാങ്കുകളിലെ അവർ നടപടികള് സർക്കാർ ഇടപെട്ട് ഇല്ലാതാക്കുന്നു പറയുന്നുണ്ട്. കാരണം ഞാനൊരു ബാങ്കില് ബിജെപിക്കാരുടെ ബാങ്കില് എനിക്ക് 3 ലക്ഷം കടമുണ്ട്, മകൻ പൈസ തരുന്നില്ല, പറയുന്നത് ബിജെപിക്കാർ മേടിച്ചു പറയുന്നു, സിപിഎം മേടിച്ചു പറയുന്നു. നടപടികൾ സിപിഎം അങ്ങനെ ഇടപെടലുണ്ടോ? നിങ്ങളുടെ ബാങ്കിനെതിരെ നിങ്ങളുടെ ബാങ്ക് സുതാര്യമാണ് നടക്കുന്നു, അതിനെതിരെ സർക്കാർ ചെയ്തിട്ടുണ്ടോ? സർക്കാർ നടപടികൾ ചെയ്തിട്ടുണ്ടോ? സർക്കാരിന്റെ 65-ാം വകുപ്പ് അവിടെ അന്വേഷണം. ഇത്തരം ആരോപണങ്ങൾ യൂട്യൂബിൽ ഒരു 6 മാസത്തിന് മുമ്പ് വന്നു. 6 മാസത്തിന് മുമ്പ് വന്ന് നിക്ഷേപകർ ആശങ്ക ഉണ്ടാക്കി നിക്ഷേപകരുടെ മീറ്റിംഗ് 2 പ്രാവശ്യത്തിൽ വിളിച്ചു. കഴിഞ്ഞ ജൂൺ മാസം 25/6 ഞാൻ പണക്കൽ ഗവൺമെന്റ് LPS ചെമ്പഴന്തിയിലുള്ള അവിടെ നിക്ഷേപകരുടെ മീറ്റിംഗ് വിളിച്ചു. എല്ലാ നിക്ഷേപകരും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ലോൺ വെളിയിലുണ്ട്, അത് തിരിച്ചു വന്നാൽ അതൊക്കെ അറിയാം, ആരൊക്കെ എടുത്തിട്ടുള്ളതെന്ന് നിക്ഷേപകർക്ക് നല്ലവണ്ണം അറിയാം. അത് തിരിച്ചു വന്നാൽ മാത്രമേ, ഇന്ന് നിക്ഷേപകരല്ല വന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്, ബിജുവിന്റെ ആൾക്കാരാണ്. അപ്പോ 6 മാസം മുതൽ 1 വർഷം വരെ എല്ലാവരും സമയം തന്നിട്ടുണ്ട് എനിക്ക് നിക്ഷേപകർ. ഞാനൊരു കുഴപ്പക്കാരനല്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ട് നിക്ഷേപകർ അതിനെനിക്ക് അവകാശം തരണം. അങ്ങനെ വരുന്നത് 13 കോടി രൂപ കഴിഞ്ഞ 7-8 മാസമായി പിരിച്ചെടുത്തു. എങ്ങനെ പിരിച്ചെടുത്തു? വായ്പ കൊടുത്തിരുന്നു. ആ പൈസ തിരിച്ച് പിടിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ നിക്ഷേപം ഇതിനകത്ത് വരുന്നുണ്ട്, നിക്ഷേപം വരുന്നുണ്ട്. ആ നിക്ഷേപം കൂടെ എടുത്ത് 13 കോടി രൂപ ജനങ്ങൾക്ക് വരുന്നതനുസരിച്ച് തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു തീർന്നില്ല. അപ്പോ ഇത് കൊടുത്തുകൊണ്ടിരിക്കുക, പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, നിക്ഷേപം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്ക് പൂർണ്ണമായി കൊടുത്തു തീർത്തവരുണ്ട്, ഭാഗികമായി കൊടുത്തു നിർത്തി നല്ല വാക്ക് പറഞ്ഞവരുണ്ട്. ഞാൻ വീടുകളിൽ പോകുന്നു, ആൾക്കാരുടെ ഡെപ്പോസിറ്റ് ക്യാൻവാസിങ്ങിനും നിക്ഷേപം നീട്ടി അവരുടെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തുന്നതിനും വേണ്ടി പോകുന്നു. എല്ലാവരും ഇറങ്ങിപ്പോ എന്നതിൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല. ശരി, ഈ പ്രസിഡന്റിന് എത്ര സമയം വേണം? അത് ഇത്രയും സമയം വേണം, അവർ തന്നിട്ടുണ്ട്. ബന്ധു നിയമനം, അതാണ് ഞാൻ പറയുന്നത്. ബന്ധു നിയമനവും ആയിരുന്നാലും ഭരണസമിതിയിൽ വയ്ക്കുന്നതായിരുന്നാലും 1969 കോഓപ്പറേറ്റീവ് ആക്ട് ആൻഡ് റൂൾ അനുസരിച്ചാണ് ഞാൻ എല്ലാം പാടില്ല എന്ന് സാറിന്റെ ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തുകയാണെങ്കിൽ ഞാൻ അത് അപ്പോഴേ അനുയോജ്യമായ കളക്ഷൻ ഏജന്റിന്റെ പൈസ താങ്കളുടെ അക്കൗണ്ടിലേക്കാണ് വരുന്നത് എന്നുള്ളൊരു സംഭവം കണ്ടെത്തട്ടെ, അന്വേഷിച്ച് കണ്ടെത്തട്ടെ. എന്റെ അക്കൗണ്ടിൽ എനിക്ക് കളക്ഷൻ ഏജന്റ് എന്റെ അക്കൗണ്ടിലല്ല, ആഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞേക്കുന്നത് കളക്ഷൻ ഏജന്റിന്റെ അക്കൗണ്ടിൽ തന്നെ അവിടെ കൊണ്ടുവന്ന് എത്തിച്ച് അന്ന് ചിലപ്പോൾ വിഷയം നമുക്കറിയുന്നത്. ഇപ്പൊ ബാങ്കിൽ നിന്ന് ഒരു കളക്ഷൻ ഏജന്റ് വിട്ടു കഴിഞ്ഞാൽ അതാത് ദിവസത്തെ പൈസ കൃത്യമായ രീതിയിൽ ഈ പറഞ്ഞ സെക്രട്ടറിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അവിടുത്തെ ആരെയാണെന്ന് ചെയ്യാനുള്ള ബാധ്യതയുണ്ട്. പക്ഷെ അതെങ്ങനെയാണ് താങ്കളുടെ അക്കൗണ്ടിലേക്ക് വന്നു എന്നുള്ളതാണ് ചോദ്യം. കളക്ഷൻ ഏജന്റ് എന്റെ അക്കൗണ്ടിൽ വന്നെങ്കിൽ ആ കളക്ഷൻ ഏജന്റ് ആണ് അതിന് മറുപടി പറയേണ്ടത്. കളക്ഷൻ എന്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ല. താങ്കളുടെ അക്കൗണ്ടിലേക്ക് എങ്ങനെ? അതാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്കും അറിയില്ല. ഇപ്പൊ ആദ്യത്തെ അനുഭവമാണ് എന്റെ അക്കൗണ്ടിൽ വന്നത്. ആദ്യത്തെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കളക്ഷൻ ഏജന്റ് കളക്ഷൻ എടുത്തുകൊണ്ട് വന്ന് കളക്ഷൻ ഏജന്റിന്റെ അക്കൗണ്ടിൽ ഇരുന്നു. അങ്ങനെയാണ് ആദ്യത്തെ റിപ്പോർട്ട് പറയുന്നത്. ആദ്യത്തെ റിപ്പോർട്ട് അതൊന്നും എടുക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. എല്ലാണ് ഞാൻ ചെയ്തത്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഏതിലാണ് ഒബ്ജക്ഷൻ പറഞ്ഞിട്ടില്ല, അടയ്ക്കാൻ. അല്ല, അതിപ്പോ റീസെന്റ് കിട്ടി, ഒരാഴ്ച ആയില്ല ആദ്യത്തെ റിപ്പോർട്ട് കിട്ടിയിട്ട്. ഇത് ആദ്യത്തെ റിപ്പോർട്ട് കിട്ടിയിട്ട് ഒരാഴ്ചയായുള്ളൂ. അത് എന്താ
ഏറ്റവും ഒടുവിലത്തെ ആഡിറ്റ് 18-19 ആഡിറ്റിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതെ അതിനുശേഷം ആഡിറ്റ് പെൻഡിങ്. 18-19 ആഡിറ്റിലെ കാര്യമാണ് പറയുന്നത്. ഒരാൾ ചോദിച്ചാലല്ലേ മറുപടി മറുപടി പറയാതെ അത് ഞങ്ങൾ മാത്രം വിചാരിച്ച നടക്കില്ലല്ലോ. ഉദ്യോഗസ്ഥർ ഞങ്ങൾ ആഡിറ്റ് ചെയ്താൽ മതിയോ? ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ സാറിന്റെ വകുപ്പാണ് നോക്കേണ്ടത്. അതൊക്കെ അവർ നോക്കിക്കോളും. ഈ ഓഡിറ്റിലെ ഒരു കാര്യം ഉണ്ടല്ലോ, സുരേഷ് അണിയൂരന്റെ 1,79,755 അംബികാദേവിയുടെ അക്കൗണ്ട് നിക്ഷേപിച്ചിട്ടുണ്ട്. ഇത് ചിട്ടി വിട്ട തുകയാണെന്നാണ് രേഖകൾ. എന്നാൽ ഈ ഓഡിറ്റ് കാലം ഒരിക്കലും ചിട്ടി കുറിച്ച് അടച്ചു തീർത്തിട്ടില്ല. ഇങ്ങനെ കുറെ ആരോപണം ഈ ഓഡിറ്റ് വലിയ രീതിയിലുണ്ട്. ആഡിറ്റ് റിപ്പോർട്ട് പറയാത്ത കാര്യങ്ങളുണ്ട്. ആഡിറ്റ് റിപ്പോർട്ടിൽ പറയാത്ത കാര്യങ്ങളുണ്ട്. ഓരോ സുരേഷിന്റെ മാത്രമല്ല, ഈ സജാദുമായി ബന്ധപ്പെട്ട വീണ്ടും അത് അവരോധിക്കുകയാണ്. സജാദുമായി ബന്ധപ്പെട്ട നസീർ ജിഹാഷ നസീർ ഒന്ന് ഓർമ്മിച്ചോളണം. നസീർ ജിഹാഷ നസീർ എന്നിവർ വായ്പ എടുത്തിട്ടുണ്ട്. അതിൽ ഇനി വലിയ വായ്പ എടുത്തത് കുറച്ച് അടച്ചിട്ട് ഇനി 50 ലക്ഷം രൂപ ഭാര്യയും ഭർത്താവും അടയ്ക്കാറുണ്ട്. സംഘത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടും ഇത് നിങ്ങൾ പറയുമ്പോൾ അവിടെ പണം 17 കോടിയുടെ ഫണ്ട് എറോഷൻ എന്നാണ് ആഡിറ്റിൽ പറയുന്നത്. അതെ, ഓൺ ഫണ്ട് എടുത്ത് ചിട്ടി കൊടുത്തു. അതല്ല, ഞാനതൊന്നും മറച്ചു വെക്കുന്നില്ല. ആ പൈസ അത് തിരിച്ചു പിടിച്ച് ഞങ്ങൾ ഫാസ്റ്റായി പിടിച്ചുകൊണ്ടിരിക്കുക. 3-ാം തീയതി അദാലത്ത് വെച്ചേക്കുന്നത് അതുകൊണ്ടാണ്. ARC ഫയൽ ചെയ്ത കേസുകൾക്ക് സഹകരണ സംഘം രജിസ്ട്രാറുടെ 18/24 സർക്കുലർ പ്രകാരം മറ്റന്നാൾ 3-ാം തീയതി കേസ് ഫയൽ ചെയ്തവരുടെ അദാലത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ സംഘത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു. നിക്ഷേപം തിരികെ കൊടുക്കാൻ പറ്റുന്നില്ല. ബഹുമാനപ്പെട്ട ഒരു ബിജു BJPയുടെ ഏത് പൊസിഷനാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹമോ അദ്ദേഹത്തിന്റെ കയ്യിൽ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ മേലോട്ടുള്ള ഏതെങ്കിലും നേതാക്കന്മാരോ വിചാരിച്ചാൽ BJPയുടെ മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞേക്കുന്നത് ബിജുവിന്റെ ഒരു ആരോപണം ഒന്ന് കിടക്കുന്നത് കണ്ടു. അതുകൊണ്ടാണ് ഇത് പറഞ്ഞു തീർന്നില്ല. അപ്പോ ബിജുവിന്റെ കയ്യിൽ നിൽക്കുമെങ്കിൽ ബിജു വിചാരിച്ചാൽ, അല്ലെങ്കിൽ മേളിലോട്ടുള്ള നേതാക്കന്മാർ ആരെങ്കിലും ഇടപെട്ടാൽ 2 കോടി രൂപ ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് അവർ ആത്മാർത്ഥം വിചാരിക്കണമെങ്കിൽ ചിലപ്പോൾ ഈ ആഴ്ച തന്നെ വരാൻ സാധിക്കും. വന്നേക്കാം. അത് ബഹുമാനപ്പെട്ട ബിജു അതിനൊന്ന് നേതൃത്വം അത് കാര്യമായി ഒന്ന് ഇടപെട്ട് സഹായിച്ചാൽ ആ പണം വരികയും ഞങ്ങൾക്ക് നിക്ഷേപകരും വളരെ കുറച്ച് വിരലിലുണ്ടാവുന്ന നിക്ഷേപകരാണ് അത്യാവശ്യ ഇനത്തിൽ ചോദിക്കുന്നത്. അവർ കൊടുക്കാൻ പറ്റും. അതൊക്കെ പേടികൊണ്ടാണ് ചോദിക്കുന്നത്. അത് കൊടുക്കാനും പറ്റും. ഞാൻ ഒരു വ്യക്തികളെ ഇവിടെ പരാമർശിക്കുന്നില്ല. എന്റെ ബന്ധുവിന് വായ്പ കൊടുക്കാൻ പറ്റില്ല എന്നില്ല. 2018 ഞാനൊന്ന് പറഞ്ഞോട്ടെ. 2018 ആഡിറ്റിൽ പറയുന്ന ഒരു വായ്പ ബന്ധുവിന്റെയും ലോൺ അവിടെ നിലവിലില്ല. എല്ലാം അടച്ചു. 19-20 ആഡിറ്റിൽ അത് മറുപടി പറയും. അതാണ് ഞാൻ പറഞ്ഞത്. 18-19 ആഡിറ്റ് കഴിഞ്ഞിട്ട് 5 വർഷം സാമ്പത്തിക വർഷം കഴിഞ്ഞു. സഹകരണ നിയമം അനുസരിച്ചുള്ള സാമ്പത്തിക വർഷം കഴിഞ്ഞു. അത് ആഡിറ്റ് കഴിയുമ്പോൾ ഇനിയും അതിനെല്ലാം മറുപടി കിട്ടും. മറുപടി ഉണ്ടാവും. അല്ല, ക്രെഡിറ്റില്ല. എനിക്ക് 3 തവണ ഇരിക്കാൻ പറ്റുള്ളൂ. ഇനി 2.5 വർഷം കൂടെ എനിക്ക് തുടരാം നിലവിലുള്ള നിയമം അനുസരിച്ച്. BJP മുൻനിരയിൽ നിർത്തിയത് അങ്ങനെ ഞാൻ BJP എന്ന രാഷ്ട്രീയ പാർട്ടിയെ അതായത് വിവിധ തരത്തിലുള്ള തിരിച്ചു തരണ്ട. ഞാൻ ഈ അവസരത്തിൽ അതാണ് ഞാൻ പറയുന്നത്. അതെ, BJP എന്ന് ഞാൻ നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ബിജുവിന്റെ പത്രസമ്മേളനം ഈ വാർത്ത അതെ ഞാൻ അതാണ് പറയുന്നത്. ബിജുവിന്റെ ആരോപണം ഇന്ന് ഒരു പത്രത്തിൽ വന്ന സ്ഥിതിക്ക് എനിക്കത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ബിജുവിന്റെ കയ്യിൽ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ മുകളിലുള്ള നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ ആരെങ്കിലും ബന്ധപ്പെട്ട് ബിജു ആ ഒരു നേതാക്കന്മാരും പറഞ്ഞ്, ഒരു രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ പറഞ്ഞ് ഞാൻ അവിടെ വായ്പ കൊടുത്തിട്ടില്ല.
എല്ലാവരും അവരവരുടെ ബുദ്ധിമുട്ടും ഈ ബിജു അടക്കം മരണപ്പെട്ട നമ്മുടെ ബിജു അടക്കം അവരുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും പറഞ്ഞതിന്റെ മുമ്പിൽ വരുമ്പോഴാണ് ഞാൻ ഓരോ ജീവിതമാർഗം അവർക്ക് വേണ്ടി ആ വായ്പകൾ അനുവദിക്കുകയും ചിട്ടി അനുവദിച്ചു കൊടുക്കുകയും ചെയ്യും. തിരിച്ചു പിടിക്കാൻ കഴിയാത്ത ലോണുകൾ എന്തെങ്കിലും ഉണ്ടോ? തിരിച്ചു പിടിക്കാൻ കഴിയാത്ത ഏതൊരുവിധ ലോണുകളുമില്ല. എനിക്ക് ഒരു വർഷം തന്നാൽ ഈ 17 കോടി രൂപ നഷ്ടമെന്ന് ഇപ്പൊ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്നല്ലോ, അത് വളരെ പെട്ടെന്ന് ഒരു വർഷം കൊണ്ട് ഞങ്ങൾ സംഘത്തെ ലാഭകരമാക്കിയത് എനിക്ക് അവസരം കിട്ടിയാൽ മതി. അവസരം തരുമോ സഹകരണ വകുപ്പ് അതിന്റെ ന്യായത്തിലേക്ക് നോക്കണം. ഇന്ന് ഇപ്പോ മന്ത്രി വാസവൻ നിയമസഭയിൽ കൊടുത്ത മറുപടി പ്രകാരം കടകംപള്ളി സുരേന്ദ്രന്റെ സബ്മിഷനുള്ള മറുപടിയാണ്. അതെ, സംഘം പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായത് നിഷേധാത്മക നിലപാടാണ്. ഇക്കാര്യത്തിൽ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഇക്കാര്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുമെന്നാണ് ഇന്ന് കൊടുത്ത മറുപടി. താങ്കളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം ഈ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിരിക്കുന്നു സഹകരണ വകുപ്പ്. ഏത് നടപടിയാണ്? നടപടി ഏതെങ്കിലും സ്പെസിഫൈ ചെയ്യുന്നുണ്ടോ? നടപടി ഏതാണ്? ഉണ്ടോ? അതാണ് ആ നടപടി ഏതാണെന്ന് പറയുന്നില്ല പ്രസിഡന്റിന്റെ ഭാഗത്ത്. അല്ല, അതാണ് പ്രാഥമികം എന്ന് പറയുമ്പോൾ 18 കാര്യമാണ് പറയുന്നത്. 18 കഴിഞ്ഞിട്ട് വർഷം ഇത്രയായി. ആഡിറ്റ് റിപ്പോർട്ടിൽ 18 ആഡിറ്റ് ചെയ്ത ആളും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ പൂജപ്പുരയിൽ താമസിക്കുന്ന ആഡിറ്ററാണ്. അവരൊരു BJP-ക്കാരിയാ. ഡിപ്പാർട്ട്മെന്റ് വരുമ്പോൾ വേറെ എന്തെങ്കിലും പാർട്ടി ആയിരിക്കാം. ഞാൻ ആരും ഇപ്പോൾ അതിന് പറയുന്നില്ല. ആഡിറ്ററും ഞങ്ങളും തമ്മിൽ വളരെ ഉണ്ടായി എക്സിറ്റ് മീറ്റിംഗിൽ. അപ്പൊ അവര് ചില പോർഷൻ വെറുതെ വിട്ടേക്കുന്നു. അത് ആ 16-ലെടുത്ത ലോണുകൾ അടച്ചു തീർന്നിട്ടില്ല. അതൊന്നും ആഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടില്ല. ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. ഈ മരണത്തിന്റെ ഇത് അവരാണ് ഏറ്റെടുത്തത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ചാനലിൽ കണ്ടപ്പോൾ BJP-യുടെ പേരിൽ മാത്രമല്ല, BJP-യുടെ ആയി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ് നേതൃത്വം കൊടുക്കുന്നത് എന്ന് വീഡിയോ ക്ലിപ്പിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. അതെ അതെ, സ്വാഭാവികമായിട്ടും നാട്ടുകാര് ബാങ്കിനെതിരെ തിരിയും. അതെ, അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയുന്നില്ല. രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ മാത്രം എങ്ങനെയാണ് താങ്കൾ കൊണ്ടുവരുന്നത്? ഞാൻ രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ മാത്രമല്ല, ഞാൻ ഇന്ന് ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പരാമർശിക്കാൻ കാരണം ഞാൻ ആമുഖമായി തന്നെ പറഞ്ഞു. BJP-യുടെ മണ്ഡലം പ്രസിഡന്റ് BH ബിജു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് കൊണ്ടാണ് സഹകരണ വകുപ്പ് നടപടിയെടുക്കുന്നില്ല സഹകരണ സംഘത്തിനെതിരെ. അതുകൊണ്ടാണ് ഞാൻ ആമുഖമായി ആദ്യമേ പറഞ്ഞത്. ഞാൻ ഓരോന്നിനായി കടന്നു വരാമെന്ന് പറഞ്ഞത്. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഹരാസ് ചെയ്യാൻ ശ്രമിക്കുന്നതല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കന്മാർ പറഞ്ഞ് ഞാൻ അവിടെ വായ്പ കൊടുത്തിട്ടുമില്ല. ഞാൻ പറയുന്നത് എന്റെ അടുത്ത് വിവിധ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ആൾക്കാർ വന്നു ബുദ്ധിമുട്ടും പ്രയാസവും പറയുമ്പോൾ ഞാൻ വായ്പ കൊടുത്തു. അതായിരിക്കും മന്ത്രി ഉദ്ദേശിക്കുന്നത്. അത് ചിലപ്പോൾ ക്രമം വിട്ടു കൊടുത്തതായിരിക്കാം എന്നാണ് പറയുന്നത്. $22 ലക്ഷം രൂപ ഞാൻ ബിജുവിന്റെ ഭരണത്തിലേക്ക് വീണ്ടും കൊണ്ടുവരികയാണ്. 22,31,200 രൂപ ബാധ്യതയുള്ള ബിജു വീണ്ടും പൈസ ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? വീണ്ടും നിങ്ങൾ അതിന്റെ പ്രതിക്കൂട്ടിലാക്കാം. മന്ത്രിയെ കൊണ്ട് മന്ത്രി നാളെ വേറെ ഒരു മറുപടി ആയിരിക്കും നാളെ പറയുന്നത്. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് മന്ത്രി പറഞ്ഞത്. നിയമസഭ പറയുന്നതായിരിക്കാം. അത് ഞാൻ എന്റെ 1% എങ്കിലും ഇടപെടൽ ആ മരണകാരണത്തിന് ഹേതുവായിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ശിക്ഷയേറ്റു ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിക്കുന്ന ശിക്ഷയേറ്റു വാങ്ങാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഞാൻ ബാധ്യസ്ഥനാണ്. എന്തിനാണ് കൃത്യമായി പറയുന്നത്? അത് കിടക്കട്ടോ. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്. ഇന്നിവിടെ ലേറ്റ് വരാൻ ഞാൻ പറഞ്ഞോട്ടെ. അതിനാണ് മറുപടി പറയുന്നത്.
അതിന്റെ റെക്കോർഡ്സ് എടുത്ത് ഇന്ന് കൊണ്ടുവരാൻ ബാങ്കിൽ നിന്നത്തെ അവസ്ഥ, ഇന്നത്തെ സാഹചര്യം വളരെ മോശമാണ്. ജീവനക്കാർക്ക് അത് പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നില്ല. അനവധി തവണ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അത് റെക്കോർഡ്സ് നോക്കി, ഞാൻ പ്രസിഡന്റാണ്. റെക്കോർഡ്സ് ഓഫീസ് ലെഡ്ജറുകൾ പരിശോധിക്കേണ്ട, അല്ല പരിശോധിക്കാം, നോക്കേണ്ട ജോലി എനിക്കല്ലല്ലോ. നോട്ടീസ് അയച്ചു എന്നുള്ളത്, ഞാൻ 2 നോട്ടീസ് ഈ റീസെന്റ് തിരിച്ച് മടങ്ങി വന്നിട്ടുണ്ട്. നോട്ടീസ് അയച്ചിട്ടുണ്ട്. നോട്ടീസ് അയക്കുക മാത്രമല്ല, ബിജു മിക്ക ദിവസങ്ങളിൽ, ഇടപെട്ട ദിവസങ്ങളിൽ അവിടെ വരുന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തെ നേരിട്ട് കണ്ടു പറഞ്ഞിട്ടുണ്ട്. നോട്ടീസ് അതിന് നേരിട്ട് പറയുന്നത് പരിഹാരം അല്ലെങ്കിൽ ആവില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നോട്ടീസും അയച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ശരി, അദ്ദേഹത്തിന് വീട്ടിൽ ഞാൻ പോയെന്നോ? പിന്നെ എങ്ങനെ ഉദ്യോഗസ്ഥർ റിക്കവറിക്ക് വീട്ടിൽ ഒരു തവണയാണ് റിക്കവറിക്ക് പോയത്. ഒരു തവണയാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ റിക്കവറിക്ക് പോയത്. ഒരേ ഒരു തവണ ഞാൻ പോയില്ല, ജീവനക്കാരാ പോയത്. ഇത്രയും ഡിഫോൾട്ട് വരുത്തുന്ന ഒരാൾക്ക് എങ്ങനെയാണ് നിരന്തരം നിങ്ങൾ പൈസ കൊടുക്കുന്നത്? എന്ത് മാനദണ്ഡം? അതാണ്, അതൊരു ന്യായമായ ചോദ്യമാണ് അവിടെ ചോദിച്ചത്. ഇത്രയും ഈ ചോദ്യം നിലനിൽക്കവേ തന്നെ അത് ഞാൻ പൂർണ്ണമായി അഡ്മിറ്റ് ചെയ്തുകൊണ്ട് പറയുന്നത്. വേറെ ലേഖിക ചോദിച്ചത് എന്തുകൊണ്ട് പൈസ കൊടുക്കാത്തത് എന്നാണ് ബിജു ആവശ്യപ്പെട്ടപ്പോൾ. അതാണ് മരണ കാരണം എന്നാണ് വേറെ കണക്ട് ചെയ്യേണ്ടി വരും. രണ്ടും അതാണ്. എന്തിനു നിങ്ങളോ 2014 തൊട്ട് ചിട്ടി പിടിച്ച് ലക്ഷങ്ങൾ കുടിശ്ശിക വരുത്തിയ ആൾക്ക് വീണ്ടും നിങ്ങൾ എന്തിന് പണം കൊടുത്തു? അങ്ങനെ കൊടുക്കാനുള്ള എന്ത് റൈറ്റ് ആണ്? നിങ്ങൾ ഒരു ബാങ്ക് പ്രസിഡന്റ് എന്ന നിലക്ക് നിങ്ങൾക്ക് എന്ത് റൈറ്റ് ആണ്, എന്ത് അധികാരമാണ് ഉള്ളത്? എത്രയോ ആളുകളുടെ നിക്ഷേപത്തിൽ നിങ്ങൾ കൊടുക്കണം. ഇവിടെ സംഭവിച്ചത് 10 ലക്ഷത്തിന്റെ ഒരു ചിട്ടി പിടിക്കാൻ അദ്ദേഹം വളരെ, അതാണ് ഞാൻ പറഞ്ഞത്, വീട്ടിൽ അസ്വസ്ഥത ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കാരണം ഒരാള് മരണപ്പെടാനുണ്ട്, സംഘം കാരണം, ഞാനല്ല, സഹകരണ സ്ഥാപനം കാരണം. ഇത് നിരന്തരം ബാങ്കുമായി ബന്ധം പുലർത്തുന്ന ഒരു പയ്യൻ നേരത്തെ ഇന്നിപ്പോ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ആത്മഹത്യ ചെയ്യുമായിരുന്നു. ഞാൻ ഇടപെട്ട് അതുവരെ പിടിച്ചു നിർത്തിയില്ലായിരുന്നു. ആത്മഹത്യ ഉണ്ട്, ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് എൻ്റെ അടുത്ത് പലതവണ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു ചിട്ടി പിടിച്ച്, സാർ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒരു ചിട്ടി പിടിച്ച് അതിന്റെ ലോൺ ക്ലോസ് ചെയ്തത്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു 4 ലക്ഷത്തിന്റെ ലോൺ ക്ലോസ് ചെയ്തത്. അതുകൊണ്ട് ലാസ്റ്റ് അല്ലേ 2014 തൊട്ട് 22 ലക്ഷം രൂപ വരെ എത്തിയല്ലോ. ലോൺ ക്ലോസ് ചെയ്തിട്ടും 22 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ടെന്ന് താങ്കൾ തന്നെ പറയുന്നു. 22 ലക്ഷം രൂപ ബാധ്യത ഉണ്ട്, വെറുതെ ഓവർ ജിയേഴ്സ് ഉണ്ടായതല്ലേ. അക്യുമുലേറ്റ് ചെയ്ത് വരുമ്പോ നിങ്ങൾ കൊടുക്കാണ്ടിരിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ? ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത് കയറിക്കിടക്കാടം നഷ്ടപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഓരോ പൈസ കൊടുക്കുമ്പോഴും കയറിക്കിടക്കാടം നഷ്ടപ്പെടാൻ സാധ്യത കൊണ്ട് ബിജു, അത് ചോദ്യത്തിന്റെ ഉത്തരവാണ് ഞാൻ പറയുന്നത്. അതാണ് ഇവിടെ ചോദിച്ചതിനാണ് 22,31,000 രൂപ, 31,200 രൂപയോളം ബാധ്യത കയറിയപ്പോൾ അവിടെ വെച്ച് വീണ്ടും പൈസ ചോദിച്ചപ്പോൾ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് വീണ്ടും പൈസ കൊടുക്കാത്തത്. അത് വീട്ടുകാർക്ക് അറിയില്ല. വീട്ടുകാർ ആരും ഇന്ന് വരെ സ്ഥാപനത്തിൽ വരികയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. അല്ല, ആരുടേതാണ്? ആധാരം ഉണ്ട്. അല്ല, ഒന്നിലധികം ആധാരങ്ങൾ, ഒന്നിലധികം ആധാരം വെച്ചാൽ പലരും. എത്ര സെന്റ് ഭൂമി, അങ്ങനെ ഒരു അളവുണ്ടാവുമല്ലോ. അത് എത്രയാണ്? 1 ഏക്കർ വസ്തു ഉള്ളതുണ്ട്, 50 സെന്റ് ഉള്ളതുണ്ട്, 60 സെന്റ് ഉള്ളതുണ്ട്. ബിജുവിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ബിജുവിന്റെ കാര്യമാണ് ചോദിച്ചത്. ഒരു പ്രമാണത്തിൽ ലോൺ കൊടുത്തത് 4 ലക്ഷം രൂപ. ലോൺ കൊടുത്തത് 4 ലക്ഷം രൂപ. കൊടുക്കുന്നത് ഒരു ഇത് ഈ വസ്തു, അദ്ദേഹത്തിന്റെ വസ്തു 5 സെന്റ് വസ്തുവും ഈ 2 നിലയാണോന്ന് അറിയില്ല. ആ വീട് ഉൾപ്പെടുന്ന 5 സെന്റ് ഭൂമിയും വീടും പൈസ കൊടുത്തേക്കും. 5, അതെ, അത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അതെ, അത് ഒരു ബാധ്യത, സാർ, ഒരു ബാധ്യത തീർത്തു. ഒരു ബാധ്യത തീർത്തു.
ചിട്ടി പിടിച്ച് ഒരു ബാധ്യത തീർത്തു, ലോൺ വീട് വെച്ചതിന്റെ അതാ ഈ വസ്തു ഇരിക്കുന്നതുകൊണ്ട് പൈസ പിന്നെ കൊടുക്കാം. അല്ല, ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ ഇപ്പം ഒരു വസ്തു കൊണ്ട് ഒരാൾ പണയം വെച്ചു, ഓൾറെഡി അതിനൊരു മൂല്യത ഉണ്ടെങ്കിൽ മാത്രമല്ലേ അത്രയും രൂപ കൊടുക്കത്തുള്ളൂ. അപ്പൊ അത് അന്വേഷിക്കാൻ ബാങ്കിലെ ഉദ്യോഗസ്ഥരുണ്ടല്ലോ, അപ്പൊ താങ്കളടുത്ത് പറയണമല്ലോ. അത് പറഞ്ഞിട്ടുണ്ട്. എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഒരുവിധ വായ്പയും അവിടെ കൊടുത്തിട്ടില്ല. ഏതെങ്കിലും വസ്തുവിന്റെ വാല്യുവേഷൻ ഇല്ലാതെ പണം അധികം കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ന് ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളെ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ അത് തിരിച്ചു പിടിക്കാൻ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ പ്രസിഡന്റ് ഒപ്പിടാതെ സ്വാഭാവികമായിട്ട് ഒരു ചിട്ടി വെക്കുന്ന സമയത്ത് ഒരു പ്രമാണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും ചിട്ടി വെക്കുമ്പോഴെല്ലാം അതേ പ്രമാണം കൺവിക്റ്റഡ് ആണോ? ഒന്ന് ക്ലോസ് ചെയ്യുമ്പോൾ അതിനെ അത് ഒരു ലോൺ ക്ലോസ് ചെയ്തു. ഇതിലിപ്പോ ഉള്ള ചിട്ടിയിൽ ഏറ്റവും ഏതെന്ന് പറയുന്നത് ഏറ്റവും ഇപ്പൊ അവിടെ പിടിച്ച ചിട്ടിയും മുമ്പുള്ള ഒരു ഇലക്ഷൻ പേട് ചിട്ടിയാണ്. ബാധ്യത വന്നത് ചിട്ടിയിലൂടെ അല്ലേ? ഇപ്പൊ 5% അതിന്റെ ചിട്ടി മാത്രമേ ഈ ഭൂമിയിൽ നിന്ന് പിടിച്ചെടുക്കാൻ ഉത്തമ ബോധ്യമാണ്. ഈ ബിജുവിനെ കൊണ്ട് ബിജു പൈസ അടച്ചില്ല എങ്കിൽ ഈ വസ്തു ഈടാക്കി നിയമ നടപടികൾക്ക് വിധേയമാക്കി ഈടാക്കാൻ പറ്റുമെന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ്. ഞാൻ ചോദിക്കുന്നതല്ല, ഒരേ വസ്തുവിൽ തന്നെ പല തവണ ഇത്തരത്തിൽ പണം കൊടുക്കാൻ പറ്റുമോ? അല്ല, ആ വസ്തു ഞാൻ ഇരിക്കുമ്പോൾ അതിന് കൊടുക്കാൻ വയ്യാത്തത് ആ വസ്തു പ്രകാരം അയാൾ അടച്ചില്ല, ലോണി അടച്ചില്ല എങ്കിൽ വസ്തു ഞങ്ങൾക്കറിയാം വസ്തുവിന് വാല്യൂഷൻ. യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല. അതായത് ഈ 22 ലക്ഷം രൂപ 22 ലക്ഷം തിരിച്ചെടുക്കാത്ത ഒരു വ്യക്തിക്ക് ഇങ്ങനെ പണം കൊടുത്തോണ്ടേയിരിക്കാം. 22,31,000 രൂപ നിലവിലെ സെക്യൂരിറ്റി അനുസരിച്ച് ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന് ഉത്തമ വിശ്വാസം സഹകരണ സംഘത്തിൽ. ഒരു വസ്തുവിന് മേൽ നിരന്തരം പൈസ കൊടുക്കാനുള്ളത് ഉണ്ടോന്നാ ചോദിച്ചു. ഒരു വസ്തുവിന് ഒന്ന് ക്ലോസ് ചെയ്യുമ്പോൾ ലോൺ എന്ന് പറഞ്ഞാൽ ചിട്ടിയിൽ എമൗണ്ട് അടച്ച് റെഡ്യൂസ് ചെയ്ത് വന്നിട്ടുണ്ട്. ചിട്ടിയുടെ തുകയിൽ റെഡ്യൂസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഇവിടെ ബാധ്യത കയറിയത് 2 ലക്ഷം 10 ലക്ഷത്തിന്റെ 2 ചിട്ടി അദ്ദേഹത്തിന് കൊടുക്കുമ്പോഴാണ് ബാധ്യത. ആദ്യത്തെ 3,04,020 രൂപ അടക്കാനുണ്ടായിരുന്നു ആദ്യത്തെ. രണ്ടാമത്തെ ചിട്ടി ഇതുപോലെ 20 അടവ് മുടക്കി. കറക്റ്റ് അല്ലേ? ആദ്യത്തിൽ 3,04,020 രൂപ അടച്ചിട്ടില്ല. അപ്പോ രണ്ടാമത്തെ ചിട്ടിക്ക് പിടിക്കാൻ ഈടും ഇതേ സ്ഥലം വെച്ചു. നിലവിൽ ആ പൈസ വെച്ചിട്ടല്ലേ ചിട്ടി പിടിച്ചത്, സ്ഥലം വെച്ചു. അതിനുശേഷം രണ്ടാമത്തെ ചിട്ടി 10 ലക്ഷത്തിന്റെ പിടിച്ചിരിക്കുന്നത് അതേ വീട്ടിലാണ്. അതിലൊരു ലോൺ ക്ലോസ് ചെയ്തുകൊണ്ട് ചിട്ടി എപ്പോഴും ക്ലോസ് ചെയ്യാൻ ബാക്കിയിരിക്കില്ലേ? ചിട്ടി എപ്പോഴും പഴയ ചിട്ടി ക്ലോസ് ചെയ്യാൻ ബാക്കിയിരിക്കുന്ന സമയത്തല്ലേ നിങ്ങൾ രണ്ടാമത്തെ ചിട്ടിയും കൊടുത്തത്? അതിന് രണ്ടിനും ഒരേ പിന്നെ ഈടല്ലേ വെച്ചിരിക്കുന്നത്. അതെങ്ങനെ പറ്റും? നമ്മുടെ ബാങ്കിൽ ഞാനൊരു 5 സെന്റ് സ്ഥലം വെച്ച് സ്ഥലത്തിന്റെ ആധാരം വെച്ചു ഒരു 5 ലക്ഷം രൂപ എടുത്തു. അതടക്കം പിന്നെ അതേ ലാൻഡ് വെച്ചിട്ട് എനിക്ക് അങ്ങനെ അതേ ബാങ്കിൽ നിന്ന് പൈസ എടുക്കാൻ പറ്റാം? അല്ല, അത് വാല്യൂവേഷൻ അല്ലേ നോക്കണ്ടേ വസ്തുവിന്റെ? വാല്യൂവേഷൻ ഉണ്ടോ? ഒരു വസ്തു വെച്ച് നിരവധി വായ്പകൾ ഇത് കൊടുത്ത് ഒന്ന് ക്ലോസ് ചെയ്തതുകൊണ്ടാണ് അതിന് വീണ്ടും നിങ്ങൾ ഈ മുഖമാറ സൃഷ്ടിക്കുന്നത് എന്തിനാണ്? അല്ലല്ല, ഞാൻ പറഞ്ഞത് കേട്ടെ. ഞാൻ പറഞ്ഞതനുസരിച്ച് ഒരു ചിട്ടിയും ഈ മരിച്ച ബിജുകുമാർ ക്ലോസ് ചെയ്തിട്ടില്ല, തിരിച്ച് മുഴുവനായി അടച്ചിട്ടില്ല. സെയിം ഈട് വെച്ച് വീണ്ടും വീണ്ടും ഇത്രയും ലക്ഷക്കണക്കിന് രൂപ എങ്ങനെയാണ് കൊടുക്കുന്നത്? തീർന്നോ? മറുപടി പറയട്ടോ? മറുപടി പറയാം. നിങ്ങൾ ഭീഷണി രൂപത്തിൽ ചോദിക്കരുത്. ക്ലാരിറ്റി വരുത്താൻ തയ്യാറുമല്ല. കാരണം തുടർച്ചയായി ചിട്ടി പിടിക്കാൻ ഒരു ഈട് വെക്കുകയും അതിലെല്ലാം ഈ തിരിച്ചടവ് പെൻഡിങ് വരികയും ചെയ്യും. എന്നിട്ടും പിന്നെയും നിങ്ങൾ ആ സ്ഥലത്ത് തന്നെ ഈട് വെച്ച് അയാൾക്ക് പണം കൊടുത്തുകൊണ്ടിരിക്കും. അതാണ് താങ്കൾ പറഞ്ഞാൽ ക്ലാരിറ്റി ഇല്ലാത്തത്. അല്ല സാർ, ഞാൻ ഒന്ന് പറഞ്ഞു. ഇത് ഇവിടെ ചോദ്യം പറയട്ടെ. ഈ ബിജു ചിട്ടി പിടിച്ച് പൈസ ബാങ്കിൽ നിന്ന് പൈസ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നില്ല. അത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആരോപണം പൈസ കൊടുക്കാത്തതിന് ഒരു ആരോപണമാണ്. ഒരു ചിട്ടി പിടിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് ബാധ്യത തീർക്കുന്നു. ഏറ്റവും ഒടുവിൽ 2/21-22 10 ലക്ഷം രൂപ ചിട്ടി കൊടുത്തപ്പോഴും എന്താ ഒരു ബാധ്യത തീർത്തു. 22 ലക്ഷം രൂപ
ചിട്ടി എമൗണ്ട് ചിട്ടിയിലെ കാലാവധി എത്ര നിങ്ങൾ തന്നെ പറയുന്നത് ഒരു ചിട്ടി പിടിച്ചുകൊണ്ട് അതിന് മുമ്പ് അത് തീർത്തിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഈ 22 ലക്ഷം രൂപ വരുമോ? താങ്കൾ പറയുന്നത് കൂട്ടി വെക്കുമ്പോ വരും. അതെങ്ങനെയാണ്? ചിട്ടിയിലുള്ള ബാലൻസ് ഉണ്ട്, വേറെ ബാലൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഒരു ബാലൻസ് നിലനിൽക്കുമ്പോഴാണ് അടുത്ത ചിട്ടി അയാൾക്ക് കൊടുത്തത്. ഒരു ബിസിനസ്, അതായത് അയാൾ പറഞ്ഞത് ലോണിന് വീട് വെക്കുന്നതിനുള്ള ലോണിന് പലിശ കൂടുതലാണ്. അല്ല, അത് അയാൾ ക്ലോസ് ചെയ്തു. ഞാൻ പറഞ്ഞോട്ടെ, ക്ലോസ് ചെയ്തു. നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് മറുപടി പറയാൻ പറ്റൂലല്ലോ. നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് മറുപടി പറയാൻ എനിക്ക് പറ്റില്ല. ഞാൻ ഒരു സഹകരണ സംഘം പ്രസിഡന്റാണ്. ഒരാള് നിങ്ങൾ എല്ലാവരും ബിജുവിന് പൈസ നിക്ഷേപം തിരിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ്, പ്രസിഡന്റ് സ്വന്തം ആവശ്യത്തിന് വിനിയോഗിച്ചത് കൊണ്ടാണ് ബിജു ആത്മഹത്യ ചെയ്യാൻ ഇടയായത്. ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്നു ബിജുവിന് ഇത്രയും പൈസ എന്തിനാണ് കൊടുത്തത്? ബിജുവിന് എന്തിനാണ് ഇത്രയും പൈസ ബാധ്യത ഉള്ളപ്പോൾ കൊടുത്തത്? എന്തിനാണ് ബിജു ഇത്രയും ബാധ്യത? കാരണം ഒരു സഹകരണ സ്ഥാപനം പൈസ കൊടുക്കുന്നതിൽ ഒരു ചോദ്യം കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിയുടെ ആരാണ് സസ്പെൻഡ് ചെയ്യുന്നത് അറിയാമോ? പാലോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് അദ്ദേഹം. ഇതുവരെയും അദ്ദേഹമോ ബന്ധപ്പെട്ട ഓഫീസിൽ നിന്ന് ആരും എന്നെ അറിയിച്ചിട്ടില്ല. ഒരു മാധ്യമ പ്രവർത്തകൻ എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ എന്നെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ വാർത്ത ഇങ്ങനെ വന്നിട്ടുണ്ട്. ഒരാള് മരണം, ഞാൻ പറഞ്ഞു തരട്ടെ, താങ്കൾക്ക് പ്രാഥമിക അന്വേഷണത്തിൽ താങ്കളുടെ ഭാഗത്ത് നിഷേധാത്മക സമീപനം ഉണ്ടായത്. അപ്പൊ 3 പാർട്ടികളും താങ്കൾക്കെതിരാണ്. എന്തുകൊണ്ടാണ് ഇവർ? ഞാൻ അദ്ദേഹം ചോദിച്ചതിന് മറുപടിയാണ് പറയുന്നത്. അതിന് മറുപടി പറഞ്ഞോട്ടെ. അത് പറയണ്ടേ, മറുപടി കേൾക്കണ്ടേ? അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഒരാളെ കൊന്ന് മരണപ്പെട്ടതിന്റെ പ്രതിസ്ഥാനത്ത് ഒരു കോൺഗ്രസ്സുകാരൻ നിൽക്കുന്നു എന്ന് മാധ്യമങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് അതല്ലേ ചെയ്യാൻ പറ്റൂ. അവരെ ബോധ്യപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അവര് എന്നെ ചോദിച്ചാൽ ഞാൻ ബോധ്യപ്പെടുത്തും. ചോദിച്ചില്ല, ചോദിക്കാതെ ഒരു വിശദീകരണവും ചോദിച്ചില്ല. നാളെ ഒരു ആധികാരികമായി പറയുന്നു, എന്നെ അറിയിച്ചിട്ടില്ല. എന്റെ സസ്പെൻഷൻ ഞാൻ ശിരസ വഹിക്കുന്നു. ഞാൻ അത് അഡ്മിറ്റ് ചെയ്യുന്നു. എപ്പോഴായിരുന്നാലും അതിന്റെ സത്യാവസ്ഥ അവർക്ക് ബോധ്യപ്പെടും. ഞാൻ ജീവിത അവസാനം വരെയും ഒരു കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. 3 പാർട്ടികൾ താങ്കൾക്ക് എതിരാണ്. താങ്കൾ പറയുന്നത് BJP ആണ് പറയുന്നത്. അപ്പൊ കോൺഗ്രസ് താങ്കൾ സസ്പെൻഡ് ചെയ്തു. PM വാസവൻ മന്ത്രി നിയമസഭയിൽ താങ്കൾക്കെതിരെ പറയുന്നു. ഇപ്പൊ എല്ലാവരും താങ്കൾക്ക് എതിരാണ്. എന്തുകൊണ്ടായിരിക്കും? എനിക്കതറിയില്ല. എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോട് വിരോധമില്ല. എന്റെ പ്രസ്ഥാനത്തെ ഞാൻ വിശ്വസിക്കുന്നത് പോലെ തന്നെ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടിയെ പ്രത്യയശാസ്ത്രത്തെ ഞാൻ ബഹുമാനിക്കും. എനിക്ക് രാഷ്ട്രീയമായി ഞാൻ ആ രാഷ്ട്രീയ ആരോപണം നിങ്ങൾ പറയുന്ന 3-രല്ല, ഇനിയും കേരളത്തിൽ എത്രയോ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്. അവരെ ആരോപണം ഉന്നയിച്ചാലും എനിക്ക് എന്നും തോന്നുന്നു. അതായത് VN വാസവൻ നിയമസഭയിൽ ഔദ്യോഗികമായി ഇങ്ങനെ ഒരു കാര്യം താങ്കളുടെ നിഷേധാത്മക നിലപാടാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത്. BJP താങ്കൾക്കെതിരെ പടയൊരുക്കം നടത്തുന്നു എന്ന് മറ്റൊരു കാര്യം പറയുന്നു. മറ്റൊന്ന്, ഈ കോൺഗ്രസിനെ താങ്കൾക്ക് ബോധ്യപ്പെടുത്താനും പറ്റിയിട്ടില്ല. താങ്കൾ DCC അംഗവുമായിരുന്നു. കോൺഗ്രസിന്റെ ചില കാര്യങ്ങൾ ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് എന്നെ അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല. താങ്കളൊന്നും പാർട്ടി അറിയിച്ചിട്ടില്ല, പാർട്ടിയോട് ചോദിച്ചിട്ടില്ല. എന്താണ് ഇപ്പൊ താങ്കൾ പറഞ്ഞത്? സസ്പെൻഷനുമായി ബന്ധപ്പെട്ടവരാണ് ഞാൻ. ഈ വിഷയത്തിൽ പാർട്ടിയെ ഒന്നും ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടില്ല, എന്നോട് ചോദിച്ചിട്ടില്ല, താങ്കൾ പറഞ്ഞു. പാർട്ടിയുടെ ബോധ്യം, അതെ, ഞാൻ സസ്പെൻഷനുമായി ബന്ധപ്പെട്ടല്ല, ബാധ്യതകളെ പറ്റി ഞാൻ DCC പ്രസിഡന്റിനെ അറിയിച്ചിട്ടുണ്ട്.